ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി വൈശുസ്കൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു Q&A ചെയ്യാന്നുള്ളതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കോൾസ്, കമന്റ്സ്, എല്ലാത്തിലും കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ കാണുന്നു. കോൾസ് ഒന്നും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. റിയലി സോറി. കാരണം എല്ലാവരുടെയും കോൾ എടുക്കാന്നുള്ള പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല. കുറെ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു, കുറെ കാര്യങ്ങൾ ചോദിച്ചിട്ട്. അപ്പം എനിക്ക് എല്ലാവർക്കും പേഴ്സണലി റിപ്ലൈ കൊടുക്കുന്നത് നല്ലത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തോന്നി. ഞാൻ വലിച്ചു നീട്ടുന്നില്ല ഗൈസ്, നമ്മളിന്നൊരു Q&A ചെയ്യാണ്. ഓക്കെ, അപ്പം കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അത് കോമൺ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലെനിക്ക് പറയാനുള്ളതൊക്കെ ഞാനങ്ങ് പറയും. മാക്സിമം ഞാൻ ചുരുക്കുന്നതായിരിക്കും. പക്ഷെ എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ, ബ്ലാ 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 ആണ്. അതുകൊണ്ട് ഇങ്ങനെ വലിഞ്ഞ് നീളമെന്ന് എനിക്കറിയില്ല. പക്ഷെ മാക്സിമം ഞാൻ ചുരുക്കാം ഗൈസ്. ഓക്കെ, അപ്പം നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ആദ്യം ചോദ്യമല്ല, ഹായ് ആണ് ഗൈസ്. ഹായ് ചേച്ചി, ഒരു ഹായ് പറയുമോ? ഹായ് ഡാ, എല്ലാവർക്കും ഹായ് കേട്ടോ. അങ്ങനെ കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും ഹായ്. ചേച്ചി സുഖമാണോ? ഓഫ്കോഴ്സ് സുഖമായിട്ടിരിക്കുന്നു. ഒരുപാട് ഇഷ്ടമാണ് മോളുടെ സംസാരം. താങ്ക് യു. റീനമ്മയ്ക്ക് സുഖാണോ? അമ്മ വിളിച്ചിരുന്നോ? കുറേ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതുകൊണ്ട് ഞാനത് ഒറ്റ തവണ പറയുന്നുള്ളൂ കേട്ടോ. റീനമ്മയ്ക്ക് സുഖമാണ്, അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ ആദ്യം വിളിക്കുന്നതിനേക്കാളും കൂടുതൽ ഇപ്പോഴാണ് വിളിക്കുന്നത്. അത് അമ്മയുടെ ടെൻഷൻ കൊണ്ടാണോ? ആയിരിക്കില്ല. കാരണം എന്താ വെച്ചാൽ അതിന്റെ മുന്നേ അമ്മ ജോബിലാണല്ലോ. അപ്പൊ ജോബിന്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ എപ്പോഴെപ്പോഴും വിളിക്കാൻ പറ്റില്ല. അമ്മ ലഞ്ച് ബ്രേക്കിന്, പിന്നെ ഈവനിങ്ങിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട്, പിന്നെ നൈറ്റ് കിടക്കുന്നതിന് മുന്നേ, ഇങ്ങനെയാണ് ഞങ്ങൾ സ്ഥിരം റൊട്ടീൻ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വിളിക്കും. ഇപ്പൊ എന്ന് വെച്ചാൽ അമ്മ അവിടെ ജോബിന് പോകുന്നില്ലല്ലോ, അതുകൊണ്ട് അമ്മ ഫ്രീ ആണ്. അപ്പൊ അമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. ഓക്കെ ചേച്ചി ഓക്കെ, ഒന്നുകൂടെ. ഐ ആം എ വെരി ന്യൂ സബ്സ്ക്രൈബർ. പ്ലീസ് സേ അബൌട്ട് യു ആൻഡ് യുവർ ഹൗസ് ഫാമിലി. ഓക്കെ, എന്നെ കുറിച്ചും ഏട്ടൻ്റെ ഫാമിലിനെ കുറിച്ചും പറയാനാണ്. കാരണം കുറേ കമന്റ്സ് ഇത് റിലേറ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാരാണ്, ഇതാരാണ്, ചേച്ചി എന്ത് ചെയ്യണു, അങ്ങനെ പറഞ്ഞിട്ട് കുറെ. കാരണം കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ടൊന്ന് പറയാം. എന്റെ പേര് ദൃശ്യ എന്നാണ്. പലരുടെയും തെറ്റായ ധാരണ എന്റെ പേര് വൈശു എന്നാണ്. ബിക്കോസ് എന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് വൈശൂസ് ഗേൾ, ഇൻസ്റ്റാഗ്രാമിന്റെ പേര് വൈശു ബേ ഗേൾ എന്നൊക്കെയാണ്. അപ്പൊ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ കെട്ടിയനോടുള്ള അഗാധമായ പ്രേമത്തിന്റെ പുറത്ത് അപ്പൊ പേരിടുമ്പോൾ ഞാൻ എന്റെ കെട്ടിയന്റെ പേര് എന്റെ കൂടെ വാലായിട്ട് ഞാൻ കിടക്കട്ടെ വെച്ചിട്ട് വൈശൂസ് ഗേൾ, വൈശു ബേ ഗേൾ എന്നൊക്കെ ഇട്ട് എന്റെ കെട്ടിയന്റെ പേര് വൈശാഖ് എന്നാണ്. സോ ആ വൈശു എടുത്ത് ഞാൻ ഇങ്ങോട്ട് എടുത്താണ്. അതുകൊണ്ട് എന്റെ പേര് ദൃശ്യ എന്നാണ് കേട്ടോ. ഞാൻ ഡോക്ടറാണ്, ആയുർവേദ ഡോക്ടറാണ്. അപ്പം കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങി, ഹൗസ് ഏജൻസി കഴിഞ്ഞ് ഇറങ്ങിയിട്ട് കുറച്ച് വർഷമായി. ഇപ്പം വേറെ ജോബ്, ഐ മീൻ ഡോക്ടർ എന്നുള്ളൊരു ജോബിന് ഞാനിപ്പം പോയി തുടങ്ങിയിട്ടില്ല. ഇനി പോയി തുടങ്ങണം അത്രേ. കുട്ടികളെ ഒന്ന് എവിടെയെങ്കിലും സൈഡ് ആക്കിയിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞാൻ പഠിച്ചത് ഗവൺമെന്റ് ആയുർവേദ കോളേജ് പരിയാരം. ഓക്കെ, കണ്ണൂർ ആണ് പഠിച്ചിട്ടുള്ളത്. പിന്നെന്താ അതിനെ കുറിച്ച് പറയാനുള്ളത്? ഇപ്പൊ ഞാനൊരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, DBCM. അതിന്റെ പഠിത്തവും അതിന്റെ എക്സാമാണ് ഇപ്പൊ നടന്നു. ഇനി വൈവയാണുള്ളത് പെൻഡിങ്. ഓക്കെ, അത്രയും കാര്യമല്ലേ. ഇനിയിപ്പോൾ എന്താ ഞാൻ പറയേണ്ടത്? വൈശാഖേട്ടനെ കുറിച്ച്. ഓക്കെ, വൈശാഖേട്ടൻ എൻ്റെ ഹസ്ബൻഡ്. ഓക്കെ, ഞങ്ങൾ ലവ് മാരേജ് ആയിരുന്നു. അതും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ടാറ്റയ്ക്ക്. ഞങ്ങൾ ലവ് മാരേജ് ആയിരുന്നു. അതിൻ്റെ വീഡിയോസ് ഞങ്ങൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഞാനതൊന്നും പറയുന്നില്ല. പിന്നെ വൈശാഖേട്ടൻ മാൽദീവ്സിലാണ് വർക്ക് ചെയ്യണത്. അവിടെ ഹോട്ടലിയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, സൂപ്പർവൈസറാണ്. പിന്നെ ഏട്ടൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടൻ്റെ അച്ഛൻ, അച്ഛമ്മ, അച്ഛൻ, അമ്മ, അനിയന്റെ വൈഫ്, പിന്നെ ഒരു കുഞ്ഞു വാവ അവരുടേതുണ്ട്. പിന്നെ നമ്മുടെ 2 ബേബീസ് ഉണ്ട്. അങ്ങനെ 3 ബേബീസും ഉണ്ട് ഈ വീട്ടില്. ഓക്കെ, പിന്നെ ആരെ കുറിച്ച് പറയണം? അച്ഛനെ നമ്മള് പാർത്ഥസാരഥി എന്നാണ് പേര്. നാട്ടിലൊക്കെ രമേശൻ എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ എന്നെ തന്നെ രമേശൻ എന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞ പോലെ. പിന്നെ അച്ഛനെ ഞാൻ ഇട്ട പേരാണ് പാച്ചു എന്നാണ് പറയാറ്. അതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെയായിരിക്കും അറിയാം. പിന്നെ അമ്മ ഉഷാറാണി, ഞങ്ങളുടെ ഉഷമ്മ. അച്ഛൻ NIT സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്തിരുന്നു, റിട്ടയർ ആയി. പിന്നെ ഇപ്പോൾ ഇവിടെ പമ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ വീടിനടുത്ത് ഒരു പമ്പുണ്ട്, അപ്പൊ അവിടെ പോകുന്നുണ്ട്. പിന്നെ അമ്മ ഹൗസ് വൈഫ് ആണ്, പക്ഷെ ഏർണിങ്സ് ഇല്ലാത്ത ഹൗസ് വൈഫ് അല്ല. അമ്മ ഒരു ക്ഷീര കർഷകയാണ് കേസ്. ഇവിടെ പശുവൊക്കെ ഉണ്ട്. പിന്നെ അനിയൻ ആർമിയിലാണ് വർക്ക് ചെയ്യുന്നത്. പേര് വൈഷ്ണവ്. കട്ടാന്ന വായിൽ വരുള്ളൂ. വീട്ടിൽ നിങ്ങൾ കട്ടാന്ന് വിളിക്കുക. സോ നിങ്ങൾ കട്ടാന്ന് തന്നെയായിരിക്കും ഇതിൽ കേൾക്കുക. ഓക്കെ, കട്ട അനിയൻ. ഓക്കെ, പിന്നെ അവന്റെ വൈഫ് വന്നിട്ട് പേര് അഞ്ജന. അതിപ്പോ എപ്പോഴായിരിക്കും പലരും അറിയണ്ടാവും. അവിടെ ഞങ്ങൾ കല്യാണി എന്നാണ് വിളിക്കാറ്. അതുകൊണ്ട് എല്ലാ വീഡിയോസിലും അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, കല്യാണിയാണ്. ഓക്കെ, പിന്നെ അവർക്കൊരു കുഞ്ഞു ആവേണ്ടായിട്ടുണ്ട്. 28 ദിവസം ആവണേ ഉള്ളൂ, ആയിട്ടില്ല. മോളാണ്. അപ്പൊ പേരിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ അറിയിക്കാം. അവരുടെ വിശേഷങ്ങളൊക്കെ ഇനി അറിയിക്കാം കേട്ടോ. പിന്നെ വേറെ 2 എണ്ണങ്ങൾ എന്റെ മുതലുകൾ. അല്ലൂസ്, തുമ്പി. അല്ലൂസിന്റെ ഒറിജിനൽ നെയിം ധ്രുവ് പാർത്തി. അവനിനി UKGയിലേക്കാണ് പഠിക്കാൻ പോണത്. ദയാപുരം റെസിഡൻഷ്യൽ സ്കൂളിലാണ് പഠിക്കുന്നത്. തുമ്പമ്മ 2 വയസ്സും 7 മാസവും കഴിഞ്ഞു. ഓക്കെ, ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. തുമ്പിയുടെ ഒറിജിനൽ നെയിം മൃണാൾ ദിന പാർത്ഥിവ്. ഈ വാലുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർത്ഥസാരഥിന്റെ പാർത്ഥിവാണ് ധ്രുവ് പാർത്ഥിവിനും മൃണാൾ ദിന പാർത്ഥിവിലും പാർത്ഥിവ്. പിന്നെ എന്റെ മോള് ജനിച്ച ദിവസമാണ്, ജനിച്ച് അന്ന് വൈകുന്നേരമാണ്. മോൾ 10:45 ജനിക്കുന്നു. എൻ്റെ അച്ഛൻ മരിക്കണത് വൈകുന്നേരം 5 സംതിങ് ആയപ്പോഴാണ്. അപ്പം അച്ഛൻ മരിച്ചും കൂടെ കഴിഞ്ഞപ്പം എനിക്ക് എന്താ പറയുക, എനിക്കത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. എനിക്ക് ആലോചിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഒരേ ദിവസം വലിയൊരു സന്തോഷം,
അപ്പോൾ വലിയൊരു ദുഃഖം ഒരു സൈഡിലൊക്കെ അവിടെ ആയിട്ട് ഞാൻ ആകെ ആ അവസ്ഥയിലായിരുന്നു. അപ്പോൾ തുമ്പിക്ക് ഞാൻ മൃണാൾ എന്ന പേര് ആദ്യം ഞാൻ ഓർത്ത് വെച്ചതായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛൻ്റെ പേരും കൂടെ ചേർത്ത്, അച്ഛൻ്റെ പേര് ദിനേശൻ എന്നാണ്, ദിനേശ്. അപ്പം ദിന, അങ്ങനെയാണ് മൃണാൾ ദിന പാർത്ഥിവ് എന്ന് വന്നത് കേട്ടോ. ഓക്കെ, പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ നന്നായി പറഞ്ഞില്ലേ. ഓക്കെ, ഇനി അടുത്തത് ഈ ഒരു കമൻറ്റ് ഞാൻ ഇത് വായിക്കട്ടെ. പത്തനംതിട്ടയ്ക്ക് പോയോ അമ്മയെ കാണാൻ? അമ്മയ്ക്ക് സുഖമല്ലേ? പത്തനംതിട്ടയ്ക്ക് നമ്മൾ പോയിട്ടില്ല, അമ്മ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതൊരു അടുത്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അറിയാൻ അമ്മ ഇങ്ങോട്ട് എപ്പോഴാണ് വരിക? ഈ വീക്ക് തന്നെ വരൂ കേട്ടോ. പിന്നെന്താ, അപ്പൂന് ഇപ്പോഴെന്താണ് ജോബ്? അപ്പൂ എന്ന് വെച്ചാൽ എൻ്റെ അനിയനാണ്. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ആര്യ ആദർശ്, അവർക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടല്ലോ. അപ്പം അപ്പൂന് എന്താ ജോബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ട്രേഡിംഗ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിനിടയ്ക്ക് ഒരു ക്രിഞ്ച് ക്വസ്റ്റ്യൻ കിടക്കട്ടെ. ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണ്? സത്യമായിട്ട് രേവതി ചോദിച്ച ക്വസ്റ്റ്യൻ ആട്ടോ. ഇനി ഞാൻ ചോദിച്ചാലും പറയരുത്. ഓക്കെ, ക്രിഞ്ച് കിടന്നോട്ടെ വെച്ചിട്ട് എന്ത് ചെയ്യാനാ, സൗന്ദര്യം കുറച്ച് കൂടി പോയി പാടുന്നതെന്ന്. ഓക്കെ, ചേച്ചി അമ്മ വീട്ടിലേക്ക് തിരിച്ചു വരുമോ? ഓഫ് കോഴ്സ്, പിന്നെ അമ്മ വരണ്ടേ? ഞങ്ങൾ രണ്ടാളില്ലേ ഇവിടെ? അമ്മ എന്തായാലും വരുമല്ലോ. പിന്നെന്താ ക്വസ്റ്റ്യൻ? ഓക്കെ, ചേച്ചി റീനമ്മയ്ക്ക്, ഓക്കെ, ഈ ഒരു കമൻറ്റ് ആക്ച്വലി ഞാൻ നെഗറ്റീവായിട്ട് എടുക്കുന്നതല്ല, ഞങ്ങളുടെ അടുത്തുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും നിങ്ങളിത് ചോദിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതിനൊരു റിപ്ലൈ കൊടുക്കണം എന്ന് എനിക്ക് തോന്നിയോണ്ടാണ്. ചേച്ചി റീനമ്മയ്ക്ക് മാരേജ് നടത്തി കൊടുക്കേണ്ടിയിരുന്നില്ല, ഒറ്റയ്ക്കല്ലല്ലോ, ആര്യ ആദർശമൊക്കെ ഇല്ലേ? റീനമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിലും നിങ്ങൾ അങ്ങനെ നടത്തി കൊടുക്കേണ്ടിയിരുന്നില്ല. ഓക്കേടാ, ഇത് നിങ്ങൾ ചിലപ്പം ഇയാൾ എൻ്റെ അടുത്തുള്ള അല്ലെ അപ്പൂൻ്റെ അടുത്തുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഞങ്ങളുടെ അടുത്തുള്ള ഇഷ്ടം കൊണ്ട് ഞങ്ങളുടെ നല്ലത് ഓർത്തില്ലേ? അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയുടെ അടുത്ത് ഒരു ഇഷ്ടം, ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ ഇല്ലേ? അപ്പൊ അമ്മയ്ക്ക് നല്ലത് ഏതാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യാന്നുള്ളതല്ലേ ഞങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ പുണ്യാളത്തെ ആവുന്നില്ല കേട്ടോ. കാരണം ആദ്യം കേട്ട സമയത്ത് ഞാൻ എപ്പോഴും പറയണതാണ്, ഞാൻ ഒപ്പോസ് ചെയ്ത് അതിന് സങ്കടം, ഞാൻ കരഞ്ഞിട്ടുണ്ട്, പിന്നെ വേണ്ട പറഞ്ഞിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ പിന്നീട് വേണ്ടാന്ന് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ. അതും ഞാൻ ആദ്യം പറയട്ടെ. ഞാൻ ഇവിടെ, അതായത് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെയാണല്ലോ ഉള്ളത്, വൈശാന്റെ വീട്ടിലാണല്ലോ ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ അച്ഛനോടും അമ്മേനോടും എനിക്ക് ആലോചിക്കാൻ കൂടെ വയ്യ, എൻ്റെ അമ്മ, ഞാൻ പിന്നെ എങ്ങോട്ട് പോകും, അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്നോട് ഇപ്പോൾ എൻ്റെ കെട്ടിയോനാണെങ്കിലും കെട്ടിയോൻ്റെ വീട്ടുകാരാണെങ്കിലും ഒക്കെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, നീ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതല്ല, പക്ഷെ എപ്പോഴും നിങ്ങൾക്ക്, നീയാണെങ്കിലും അപ്പുവാണെങ്കിലും എപ്പോഴും നിങ്ങൾക്ക് പിന്നെ അമ്മയ്ക്ക് ആ ഒരു പ്രസൻസ് കൊടുക്കാനോ അല്ലെ അമ്മേൻ്റെ ഒരു ഒറ്റപ്പെടൽ ഇതാക്കാനോ നിങ്ങൾക്ക് പറ്റുമോ എന്ന് ചോദ്യം. അത് ഞങ്ങൾക്ക് പറ്റുമോ വെച്ചാൽ ഞങ്ങളുടെ മാക്സിമം ഞങ്ങൾ അമ്മയുടെ കൂടെ നിൽക്കുന്നുണ്ട്. അമ്മേൻ്റെ ഞങ്ങളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും ഞങ്ങളും അമ്മയും തമ്മിലുള്ള ബോണ്ട് എന്താണെന്നുള്ളത്. കാരണം അമ്മ ഇപ്പോൾ ഒരു ഡാൻസ് കളിക്കുന്നതിനോ അല്ല അമ്മയ്ക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യം ചെയ്യുന്നതിനോ ഞങ്ങൾ അത്രയും സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന ആൾക്കാരാണ്. ഞാനാണെങ്കിലും എൻ്റെ അനിയനാണെങ്കിലും എൻ്റെ അമ്മയ്ക്ക് കിട്ടിയ 2 മരുമക്കളാണെങ്കിലും വൈശാട്ടനാണെങ്കിലും ആര്യയാണെങ്കിലും ഒക്കെ ഞങ്ങൾ അമ്മേൻ്റെ പരിപാടിക്ക് ഞങ്ങളെല്ലാവരും ആണ്, 2 മക്കളും 2 മരുമക്കളും എല്ലാത്തിനും അമ്മേൻ്റെ കൂടെ നിന്ന് പോയി നിൽക്കാറുണ്ട്. അതുകൊണ്ട് അമ്മേനെ ഒരിക്കലും ഞങ്ങൾ ഒറ്റയ്ക്കാക്കി ഞങ്ങൾക്ക് അമ്മ ഒരിക്കലും ഒരു ബാധ്യതവേ ചെയ്തില്ല. അങ്ങനെയൊക്കെ ഒരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നെഞ്ച് പൊള്ളിപ്പോവും അമ്മേനെ ഇഷ്ടപ്പെടുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും. കാരണം ഞങ്ങൾ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ ഞങ്ങളെ നഷ്ടപ്പെട്ടതോടുകൂടി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പകുതി നശിച്ചു. അത് പറയുമ്പോൾ എനിക്ക് എപ്പോഴും സങ്കടം വരും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അനുഭവിക്കുന്നത് എന്താണെന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഒരു പെൺകുട്ടികൾക്ക് അത് മനസ്സിലാവുള്ളൂ. കാരണം ഞാനത് പറഞ്ഞ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കരയാറുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ അച്ഛൻ്റെ പെങ്ങന്മാരൊക്കെ വിളിച്ചാലോ വല്യമ്മമാരൊക്കെ വിളിച്ചാലും എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം, എനിക്ക് ഭയങ്കരമായിട്ട് നെഞ്ച് വിങ്ങുന്നത് അച്ഛൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. അതെനിക്ക് വേറൊന്നല്ല, അച്ഛനുമായിട്ട് ഞാൻ ക്ലോസ് ആയിരുന്നോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യമായിട്ട് എൻ്റെ കല്യാണത്തിന് മുന്നേ വരെ ഞാൻ അച്ഛനായിട്ട് അത്ര ഓവർ ക്ലോസ് ആവുകയോ അല്ലെങ്കിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റുന്ന ഒരു സ്പേസ് അച്ഛൻ എനിക്ക് തരികയോ ചെയ്തിട്ടില്ല. ഞങ്ങൾ ഭയങ്കര ഒരു അച്ഛൻ മോൾ സ്ട്രിക്റ്റ് ആയിരുന്നു. അങ്ങനെ സ്ട്രിക്റ്റായി വളർത്തണമെന്ന് അറിയില്ല, ഇങ്ങനെ തറുതലായി പോയത്. പക്ഷേ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അച്ഛൻ ഒരുപാട് മാറി. അതിലേറെ എൻ്റെ അല്ലൂട്ടുണ്ടായതിനു ശേഷം എൻ്റെ അച്ഛൻ ഒരുപാട് മാറി. പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് വരിക അല്ലെങ്കിൽ എനിക്ക് എന്ത് കാര്യത്തിനും വരുമായിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. കാരണം വേറെ എല്ലാവരും ഇങ്ങനെ അച്ഛൻ്റെ കൂടെ പോകുമ്പോൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കല്യാണീൻ്റെ അച്ഛനുണ്ട്, കല്യാണി എന്ത് കാര്യത്തിന് അച്ഛനുണ്ട്, ആര്യൻ്റെ എന്ത് കാര്യത്തിന് അച്ഛനുണ്ട്. പക്ഷേ എനിക്കെന്ന് പറയാൻ അവിടെ ബ്ലാങ്കാണ്. അപ്പോൾ അതൊരവസ്ഥയാണ്. അപ്പോൾ ആ അവസ്ഥ അനുഭവിച്ച് നിൽക്കുന്ന ഞങ്ങൾക്കൊരു താങ്ങുന്നതാണല്ലോ ഞങ്ങൾ അമ്മയാണ്. പിന്നീട് അങ്ങോട്ടേക്ക് ഏതിനും അമ്മ അത് ആദ്യം തൊട്ടേ ഞങ്ങൾ അങ്ങനെയായിരുന്നു. അച്ഛൻ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അച്ഛൻ എന്നുള്ളൊരു സ്ട്രെങ്ത്താന്ന് മനസ്സിലായത് അച്ഛൻ പോയതിനു ശേഷം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് ആകണ്ടായിരുന്ന ഒരു ധൈര്യം അല്ലെ എൻ്റെത് എന്ന് പറയാൻ എൻ്റെ അമ്മയായിരുന്നു. ആ അമ്മ ഞങ്ങൾക്ക് ഭാരമാണെന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ പറയുന്ന ആൾക്കാരുടെ മനസ്സ് എന്താണെന്നുള്ളത്. അത് കണ്ട് ശരിക്കും ഞങ്ങൾക്ക് അതായത് മെല്ലെ ഒഴിവാക്കിയതാണെന്നുള്ള മറ്റൊരു സംസാരേ ഒന്നും പറയില്ല. അങ്ങനത്തെ ഒന്നും എനിക്ക് പറയാൻ താല്പര്യമില്ല കുട്ടി. ഇതിനുള്ള റിപ്ലൈ ഞാൻ പറയണത്, ഒരിക്കലും ഞാനോ അപ്പോ ഇപ്പോൾ സെൽഫിഷായിട്ട് ഞങ്ങൾ അമ്മയുടെ കല്യാണം വേണ്ട എന്ന് ഉറച്ച് പറഞ്ഞിരുന്നെങ്കിൽ അമ്മ കല്യാണം കഴിക്കില്ല 100% എനിക്ക് ഉറപ്പാണ്. ഞാനും അപ്പോൾ ഉറച്ച് പറയാം അത് വേണ്ട, ഞങ്ങൾക്ക് പറ്റില്ല, വേണേ ഒരു ആത്മഹത്യാ ഭീഷണി മുറക്കി വിചാരിച്ചോ,
അമ്മ കല്യാണം കഴിക്കില്ല. അപ്പൊ അമ്മയ്ക്ക് അങ്ങനെ ഒരു അലയൻസ് വന്ന സമയത്ത് അമ്മയ്ക്ക് ഓക്കെ ആയിരുന്നു, അമ്മയ്ക്ക് ഒരു ലൈഫ് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞാൽ അമ്മ ചിലപ്പം ഞങ്ങൾ പറഞ്ഞതിന്റെ പുറത്ത് വേണ്ടാന്ന് വെക്കും. പിന്നീട് അങ്ങോട്ട് എന്നും അത് മനസ്സിലുണ്ടാവും ഞങ്ങളുടെയും അമ്മയുടെയും. ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അമ്മയ്ക്ക് കൂടെ നിൽക്കേണ്ട ഒരു നിമിഷത്തിൽ ഞങ്ങൾക്ക് അത് നിൽക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അന്ന് ഞങ്ങളെ മനസ്സിൽ ഈ ഒരു ഗിൽട്ട് ഫീൽ ചെയ്യും. ബിക്കോസ് എന്റെ കമന്റ് ബോക്സ് നിങ്ങൾക്കൊന്ന് എടുത്ത് ഓപ്പൺ ചെയ്താൽ ഇതുപോലത്തെ എത്രയോ മെസ്സേജസ് കാണാം. എടാ നിങ്ങൾ ഈ ചെയ്തത് വളരെ നല്ല കാര്യമാണ്, ഞാൻ ചെയ്ത തെറ്റ് നിങ്ങൾ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര കമന്റ്സ്, എനിക്ക് എത്ര മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് അറിയോ. അതായത് എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ കല്യാണം നോക്കിയ സമയത്ത് ഞാൻ ഒരൊറ്റ ആൾ കാരണം കല്യാണം ഇനി അമ്മ കഴിക്കരുതെന്ന് നിർബന്ധിച്ച്, അമ്മയ്ക്ക് താല്പര്യം ഉണ്ടായിട്ട് പോലും ഞങ്ങൾ കഴിപ്പിച്ചു കൊടുത്തില്ല. ഇപ്പം എനിക്ക് സ്വന്തമായ ഒരു ഫാമിലിയായി, ഞാൻ അബ്രോഡാണ് വർക്ക് ചെയ്യണത്, പക്ഷെ എൻ്റെ അമ്മ ഇവിടെ ഒറ്റയ്ക്കാണ്. അത് ആലോചിക്കും എനിക്ക് ഇപ്പോഴും സങ്കടമാവുന്ന. അന്ന് ആ പറഞ്ഞ കാര്യം നടത്തി കൊടുത്തിരുന്നത് പിന്നെ അമ്മേൻ്റെ കൂടെ ഒരാളുണ്ടായേനേന്ന്. നിങ്ങൾ ആലോചിച്ചോക്കെ, ഞാനും അപ്പും കൂടെ ഇപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഒരു സമയം ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് എന്തായാലും നമ്മുടെ ലൈഫിൽ ബിസി ആവും. ഒരിക്കലും അമ്മേനെ നോക്കാൻ പറ്റാത്ത ബിസി നല്ല ഉദ്ദേശിച്ചത്, പക്ഷെ പലപ്പോഴും അമ്മ ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പു ഇല്ലേ, ആര്യയില്ലേ, അല്ലെ ഞാനില്ലേ, വൈശാഖനില്ലേ എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷെ അമ്മയ്ക്ക് പലപ്പോഴും ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ട് അമ്മ. അല്ല ഞാൻ ഒരിക്കലും അമ്മ ഒരു സെക്കൻഡ് ഓപ്ഷനിലേക്ക് പോവില്ല. ഓക്കെ, അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കുക. എപ്പോഴും നമ്മൾ ഫിസിക്കലി നമ്മൾ അവരുടെ അടുത്തുണ്ട്, ചുറ്റിലും മക്കളുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ഒറ്റപ്പെടൽ, അങ്ങനെ ഒറ്റപ്പെടൽ അനുഭവിച്ച ഒരുപാട് അമ്മമാരുടെ കമന്റ് ആ കമന്റ് ബോക്സിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിന്റെ വേദന മനസ്സിലാവുള്ളൂ. കുട്ടി നീ ചെയ്ത വളരെ നല്ല കാര്യം, കഴിഞ്ഞ ഇത്ര വർഷക്കാലമായിട്ട് ഞാൻ ഒറ്റപ്പെടൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, മക്കളൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല, നമുക്ക് വേണമെങ്കിൽ നമ്മളെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കമന്റ്സ് വന്നിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അല്ലുമോനെ ഇടയ്ക്ക് കയറിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്കും മക്കളും മരുമക്കളും പേരക്കുട്ടികളും ഒക്കെ ഉണ്ട്. അവരാരും അവരെ നോക്കാഞ്ഞിട്ടും ആയിരിക്കില്ല. പക്ഷെ പലപ്പോഴും ഒറ്റപ്പെടൽ എന്നുള്ളത് എല്ലാവരും ചുറ്റുണ്ടായിട്ട് ഒറ്റപ്പെടുന്ന അവസ്ഥകൾ ഇഷ്ടം പോലെ ഉണ്ട്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു കല്യാണത്തിന്, ഇപ്പൊ ഞങ്ങളെ ഫാമിലി ഒരു കല്യാണത്തിന് പോകാൻ വിചാരിച്ചോ, എല്ലാവരും ഉണ്ടാവും. അപ്പൊ നമുക്ക് ചുറ്റും എല്ലാവരും ഉണ്ട്, ആ ഫാമിലി എല്ലാ ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാറുണ്ട്, ബിക്കോസ് എന്റെ കെട്ടിയ നാട്ടിലില്ല. ഓക്കെ, സത്യമായിട്ട് ഇപ്പം അത് ഒരു അബ്രോഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഒരു മിലിറ്ററിക്കാരൻ്റെ ഭാര്യനോടോ ചോദിച്ചാൽ മനസ്സിലാവും നിങ്ങൾക്ക് കൂടുതൽ. പ്രവാസികളുടെ ഭാര്യമാർക്കൊക്കെ മനസ്സിലാവും. എന്ന് വെച്ചാൽ നമ്മൾ പരിപാടിക്ക് നമ്മളെ അച്ഛനോ അമ്മയോ നമ്മളെ ഹസ്ബൻഡ് ഫാമിലി ഫുൾ ഉണ്ടെങ്കിലും ഹസ്ബൻഡ് ഇല്ലാത്ത ഒരു ഫീല് അത് നമുക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പം പക്ഷെ നമുക്ക് അവിടെ ഒരു സമാധാനം എന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ ലീവ് ആകുമ്പോൾ നമ്മളെ കിട്ടിയാൽ വരുമല്ലോ എന്നുള്ള ഒരു ആശ ഉണ്ടാവില്ലേ, അവർ വരും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. പക്ഷെ എൻ്റെ അമ്മേനെയൊക്കെ പോലുള്ള ആൾക്കാരുടെ അവസ്ഥയല്ല ചോദിക്കി, അവർക്ക് എന്ത് പ്രതീക്ഷയുള്ളത്? അപ്പൊ അവർ ചിന്തിക്കില്ല ഞാൻ എന്തിനാ ഈ ജീവിക്കുന്നത്. എൻ്റെ അമ്മ പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അത് ഒരിക്കലും ഞങ്ങളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടല്ല, പക്ഷെ ചില സമയം അമ്മേനെ ഞാൻ രാത്രി വിളിക്കുന്ന സമയം നമുക്ക് കരഞ്ഞുകൊണ്ടായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. എന്താണ് റീസൺ? ആരും ഇപ്പൊ ഞാനോ അപ്പോ ആരും അമ്മേനെ ബുദ്ധിമുട്ടിച്ചിട്ടോ കരയിപ്പിച്ചിട്ടോ ഒന്നല്ല. പക്ഷെ അമ്മ സെൽഫായിട്ട് അമ്മയ്ക്ക് ചിന്തിക്കും അമ്മേന്റെ ഭർത്താവ് അമ്മയുടെ കൂടെ അല്ല. അമ്മ എത്ര ആയാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര സമയം നമ്മൾ അമ്മേൻ്റെ അടുത്ത് ഭർത്താവ് പറയുന്നാലും ഒരു സമയം അമ്മ ഒറ്റയ്ക്കായി നിൽക്കുന്ന സമയം ഉണ്ടാവും. ആ സമയം അമ്മ അമ്മയുടെ ഭർത്താവിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവും, അമ്മ ഒറ്റയ്ക്കായതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ലൈഫ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു വ്യക്തിയായിരിക്കണം. എൻ്റെ അമ്മേനെ അച്ഛനെ അപേക്ഷിച്ച് ഒരു നന്നായിട്ട് സഫർ ചെയ്ത് ജീവിച്ച ആൾക്കാരാണ്. എൻ്റെ അമ്മയാണെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ അതിനെ വെച്ച് നോക്കുമ്പോൾ അതിന് എവിടെയെങ്കിലുമൊക്കെ ജീവിക്കാനൊരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അത് അങ്ങനെ പറയുമ്പോൾ അത് ഒരു ലൈഫ് വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അമ്മ അപ്പോൾ ഞങ്ങളുടെ തന്നെ എനിക്കങ്ങനെ ഒരു ജീവിതം വേണം എന്നല്ല പറഞ്ഞത്. പക്ഷേ അങ്ങനെ ഒരു ആഗ്രഹം അമ്മേൻ്റെ അടുത്ത് നമ്മൾ കാണുമ്പോൾ ഒരിക്കലും അതിനെ നമ്മൾ സെൽഫിഷായിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി അമ്മ അത് ചെയ്യരുത്, ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും നോക്കി അമ്മ ജീവിക്കണം എന്ന് പറയാൻ ഞങ്ങൾക്ക് തോന്നിയില്ല. അങ്ങനെ ചെയ്യാണ്ടിരിക്കട്ടെ ഓരോ മക്കളും എന്നേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ഹായ് ചേച്ചി ഈ ഇയർ ജോബിന് പോകും, അത് ഞാൻ പറഞ്ഞില്ല. ഹായ് ചേച്ചി ഈ ഇയർ ജോബിന് ട്രൈ ചെയ്യുന്നുണ്ടോ, ഹസ്ബൻഡിന്റെ അടുത്ത് പോകുന്നുണ്ടോന്ന്? ഓക്കെ, ജോബിന് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഐ തിങ്ക് ഒരു 1 or 2 months കഴിഞ്ഞാൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം തുമ്പമേനം എല്ലാം ഇനി ഇവിടെ ആക്കിയിട്ട് പോകണം. അല്ലുസിന് ക്ലാസ്സിലും പോയി തുടങ്ങി എനിക്ക് പോകാമല്ലോ. വൈശാഖിൻ്റെ അടുത്ത് പോകേണ്ട വെച്ചാൽ വൈശാഖിൻ്റെ അടുത്ത് ഞാൻ കൊണ്ടുപോകണം എന്നൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. വൈശാഖൻ കൊണ്ടുപോകണമെങ്കിൽ ഞാൻ പോകും ഗൈസ്. ഓക്കെ, പക്ഷെ അവിടെ മീൻസ് ഫുള്ളി സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടില്ല, ജസ്റ്റ് ഒരു ട്രിപ്പ് പോലെ പോകും, അങ്ങനെ അല്ലാതെ പറ്റില്ല. പിന്നെ ഇത് ആക്ച്വലി ആര്യയുടെ കമന്റ് ബോക്സ് പോകേണ്ട സാധനമാണ്, പക്ഷെ ഇതിന് റിപ്ലൈ കൊടുക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഞാൻ ഈ റിപ്ലൈ പറയണമെന്ന് ആരുടെ നെഗറ്റീവായിട്ടല്ല കേട്ടോ ഞാൻ എടുക്കുന്നത്, ഞാൻ നോർമലി തന്നെ പറയണത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നരുത് വെച്ചിട്ട്. ആര്യയ്ക്ക് തടി കുറച്ചുകൂടെ, ചെറിയ ഏജ് അല്ലേ, പഠിക്കേണ്ടെങ്കിൽ നല്ല ജോബ് വാങ്ങണം, അടുക്കളയിൽ ഒതുങ്ങുന്നു. ഓക്കെ, ആര്യയ്ക്ക് തടി കുറച്ചുകൂടെ എന്ന് വെച്ചാൽ ആര്യ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ അത്രയും തടിയൊന്നും ഉണ്ടായിരുന്നില്ല. ആവശ്യത്തിന് തടി ഉണ്ടായിരുന്നു, എന്നാലും ഇത്രയും തടി ഉണ്ടായിരുന്നില്ല. അവൾ ട്രീറ്റ്മെന്റ്സും മെഡിസിൻസും ഒക്കെ എടുത്തിട്ടാണ് അവളുടെ ബോഡിയിൽ ആ ഒരു ചേഞ്ച് വന്നത്, തടി വന്നത്. അത് കുറയ്ക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ട്. അവൾ ജിമ്മിനൊക്കെ പോകുന്ന വീഡിയോസ് അവൾ ഇടാറുണ്ട്. അപ്പോൾ എന്താ പറയുക, അത് നമ്മളായിട്ട് വലിച്ചു വാരി കഴിച്ചിട്ടുണ്ടാക്കിയ തടിയല്ല.
അവളുടെ തടി എന്ന് പറയുന്നത് മെഡിസിൻസും ട്രീറ്റ്മെന്റ്സും ഒക്കെ എടുത്തതിൻ്റെ ആ ഒരു തടിയാണ്. അത് അവൾക്കൊരു ടൈം കിട്ടിയാൽ അവൾ എന്തായാലും അത് കുറയ്ക്കും. പിന്നെ പഠിക്കാൻ ഞാൻ അവളോട് പറയാറുണ്ട്, പഠിക്കാൻ നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പഠിക്കാൻ പോകുക, അല്ലെങ്കിൽ ജോബിന് പോകാണ്ട് ജോബിന് പോകുന്നത്. പക്ഷെ അത് ഓരോരുത്തർ താല്പര്യമാണ്. എത്രയോ പേര് പഠിച്ച് നേടി ജോബ് ക്വിറ്റ് ചെയ്തിട്ട് യൂട്യൂബേഴ്സ് ആവാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന എത്ര ആൾക്കാരെ നിങ്ങൾക്ക് തന്നെ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ കാണാം. അവൾ അവളുടേതായ രീതിയിൽ അത്യാവശ്യം വരുമാനം വാങ്ങിക്കുന്ന ആളാണ്. ഇപ്പോൾ യൂട്യൂബിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും മീഷോ പിന്നെ വിഷ് ലിങ്ക് യൂസ് ചെയ്തിട്ടാണെങ്കിലും ഒക്കെ ഏണിങ്സ് ഉണ്ടാക്കുന്ന ഒരാളാണ്. സോ അവിടെ ഒരു ഏണിങ്സും ഉണ്ടാക്കാണ്ട് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൾ സെൽഫ് എന്താ പറയുക, ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഞാനും പറയാറുണ്ട്, എന്തെങ്കിലും എൻഗേജ്ഡ് ആവ്, പഠിക്കുക, ജോബ്, അത് ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. ഓക്കെ, അമ്മയെ എവിടേക്കാ മാരേജ് ചെയ്ത് കൊടുത്തത്? ഓക്കെ, പത്തനംതിട്ടയ്ക്കാണ്. പത്തനംതിട്ടയിൽ കോട്ടയം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. അമ്മേനെ മാരേജ് ചെയ്ത ആളുടെ ഫസ്റ്റ് മാരേജ് ആണോ? അല്ല, അമ്മേനെ കല്യാണം കഴിച്ച ആളുടെ സെക്കൻഡ് മാരേജ് ആണ്. അമ്മ ഇപ്പോൾ ഹാപ്പി ആയിട്ടല്ലേ ഉള്ളത്? ചേച്ചി കാണാൻ പോകുന്നില്ല. അമ്മ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. പോണടാ. നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ? ഡോക്ടർ റസി. അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ എന്ത് പറയും മല്ലയ്യ. ഒരുപാട് ഇഷ്ടമാണ് ചേച്ചി, ഒരു ഹായ് പറയോ? ഹായ് ഇടാം. റീനമ്മയെ ഇങ്ങോട്ടേക്ക് എപ്പോഴാണ് വരുന്നത്? ഈ വീക്ക് തന്നെ വരും. അമ്മയെ മാരേജ് ചെയ്ത ആൾക്ക് ഗവൺമെന്റ് ജോബ് ആണോ? യെസ്, അമ്മേനെ കല്യാണം കഴിച്ച ആള് പത്തനംതിട്ട ജില്ലേന്റെ ഡെപ്യൂട്ടി ലേബർ ഓഫീസർ ആണ് കേട്ടോ. ഗവൺമെന്റ് ജോബാണ്. ചേച്ചി എത്ര കിലോ ഉണ്ട്? അങ്ങോട്ട് എനിക്കറിയില്ല. അറിയിക്കുക ഞാൻ പറയായിരുന്നു, എനിക്ക് അറിഞ്ഞുകൂടാടാ. ബോഡി ഷേമിങ് അല്ല കേട്ടോ, എനിക്കുണ്ട് വണ്ണം, അതുകൊണ്ടാണ്. എനിക്ക് അറിഞ്ഞൂടാ സത്യമായിട്ട്, ഞാൻ വെയിറ്റ് ഇപ്പോൾ നോക്കിയിട്ടില്ല. ആക്ച്വലി എനിക്ക് ഓവർ തടി എന്ന് പറഞ്ഞാൽ എൻ്റെ കൈയൊക്കെ നോക്കിയേ, കൈ അധികം തടി എനിക്ക് തോന്നിയിട്ടില്ല. കൈയും കാലും ഒന്നും അങ്ങനെ തടി തോന്നില്ല. പക്ഷെ എനിക്ക് വയറുണ്ട് ഗൈസ്. സാധനം എന്ത് ചെയ്യുന്നു? എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ ഈ വർക്കൗട്ട് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും തീരെ താല്പര്യമില്ല. എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഡാൻസ് ക്ലാസ് ഇപ്പോൾ കുറേ ആയി ബ്രേക്ക് വന്നിട്ട്, അതിനൊക്കെ ഒന്ന് പോയി തുടങ്ങണം ഇനി പയ്യെ. മക്കളുടെ നെയിം എന്താ ഞാൻ ഓൾറെഡി പറഞ്ഞു, ധ്രുവ് പാർത്ഥിവ്, മൃണാൾ ദിന പാർത്ഥിവ്. കറക്റ്റ് പ്ലേസ് എൻ്റെ വീട് വന്നിട്ട് ചെറൂപ്പ, അതായത് കോഴിക്കോട് ചെറൂപ്പ, മാവൂർ ചെറൂപ്പ അല്ലേ, അവിടെയാണ് എൻ്റെ വീട്. ഹസ്ബൻഡിൻ്റെ വീട് വന്നിട്ട് ഇവിടെ കോഴിക്കോട് തന്നെയാണ്, കെട്ടാങ്കലില്ലേ NAT, അതിൻ്റെ അടുത്താണ്. അവിടെ എവിടെയാണെന്ന് ചോദിച്ചാൽ തലപ്പെരുമണ്ണ, പ്രോപ്പർ ഒരു ഏരിയ പറയുന്നത് തലപ്പെരുമണ്ണ, കുറുങ്ങോട്ടുകടവ് പാലം കഴിഞ്ഞാൽ നമ്മുടെ വീടാണ് ഗൈസ്. അമ്മയുടെ വിശേഷങ്ങൾ വീഡിയോ ചെയ്യാമോ? ഓക്കെ, വരുമല്ലോ. ചോദിക്കാനല്ല പറയാനുള്ളത്, ഐ ലവ് യു ദൃശ്യേച്ചി. താങ്ക് യു സോ മച്ച്, ലവ് യു ടു ഡിയർ. ചേച്ചി ഹാപ്പി അല്ലേ? ഓക്കെ, ഹാപ്പിയാണടാ. മോള് ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ്. ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിച്ചവർക്കേ മനസ്സിലാകൂ. യെസ്, ഇതുപോലെയുള്ള ഒരുപാട് കമന്റ്സും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഓഫ് കോഴ്സ് അത് അവർക്കേ അറിയുള്ളൂ. കാരണം എന്നോട് കുറേ ആൾക്കാർ, എനിക്കതൊക്കെ കേട്ടപ്പോൾ ശരിക്കും നല്ല റിപ്ലൈ കൊടുക്കണമെന്നുണ്ട്. പക്ഷെ ഞാനത് പറഞ്ഞില്ല. കാരണം എന്നോട് ചോദിക്കുകയാണ്, ഇയാൾക്കാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നെങ്കിൽ ഇയാൾ അങ്ങനെ ചെയ്യുമെന്ന്. ആക്ച്വലി നമ്മൾ ഓരോ സിറ്റുവേഷൻസും അത് അനുഭവിക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ഇനി എന്ത് ചെയ്യും എന്നുള്ളത് പറയാൻ പറ്റത്തുള്ളൂ. മുന്നിൽ നിന്ന് നോക്കുന്ന ആൾക്കാർക്ക്, ഇപ്പം ഞാൻ മേ ബി ഒരു കാര്യം വരട്ടെ, ഇപ്പോൾ വേറൊരാളുടെ അമ്മയാണ് ഇപ്പോൾ ഇതുപോലെ സെക്കൻഡ് മാരേജ് ചെയ്ത് പോണെന്ന് വിചാരിക്കാം. ചിലപ്പോൾ ഞാൻ പറയാതിരിക്കുക നല്ലൊരു കാര്യം, ആൾ ഒറ്റയ്ക്കായില്ലല്ലോ എന്ന് ഞാൻ പറയാതിരിക്കില്ല പോലെ. ചിലപ്പോൾ ഞാൻ വിചാരിക്കും, അയ്യോ അവരെന്തെന്നെ ഇപ്പോൾ കല്യാണം കഴിച്ചു പോയത്, അവരുടെ കൂടെ അവരുടെ മോനും മരുമോളും ഇല്ലേ എന്ന് ചിന്തിക്കുമായിരിക്കും. കാരണം ഞാനിവിടെ സേഫായിട്ട് ഇവിടെ മാറി നിൽക്കുകയാണല്ലോ, ഞാൻ അതിലില്ലല്ലോ, ഞാൻ ആ സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. ചിലപ്പോൾ അതുപോലെ ആയിരിക്കും ഈ പറയുന്നവരെല്ലാവരും ഉണ്ടാവുക. ഐ ഡോണ്ട് നോ. അമ്മയുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അവർക്ക് മക്കളുണ്ടോ? ഓക്കെ, അമ്മയുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അവരുടെ 2 സിസ്റ്റേഴ്സ് ഉണ്ട്. തൊട്ട് മുന്നേ തന്നെയാണ് വീട്. ഇവരുടെ തറവാട് വീടാണ്. അച്ഛനും അമ്മയും ഓൾറെഡി മരിച്ചു പോയതാണ്. 2 സിസ്റ്റേഴ്സ് ഉണ്ട്. അതിൽ 2 പേരും മുമ്പിൽ തന്നെ വീടുണ്ട്, അവിടെയാണ് താമസം. ഇവർ തറവാട്ടിലാണ്. ഇനി അവർക്ക് മക്കളുണ്ടോ ചോദിച്ചാൽ 2 മക്കളുണ്ട്, 2 ആൺകുട്ടികളാണ്, മക്കളുണ്ട്. അവരവരുടെ എക്സ് വൈഫിൻ്റെ അടുത്താണുള്ളത്. പിന്നെ അതിൽ കൂടുതൽ എന്നോട് ചോദിക്കരുത്, ബിക്കോസ് അതവരുടെ പ്രൈവസിയാണ്. അതിൽ കൂടുതൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. അമ്മ ജോബ് നിർത്തി. ഓഫ് കോഴ്സ് ഇവിടെയാണല്ലോ ജോബ് ഉണ്ടായിരുന്നത്, അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാൻ അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അമ്മ ജോബ് നിർത്തി. അമ്മയുടെ സെക്കൻഡ് മാരേജ് ആര്യയുടെ വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്തോ? നമ്മളിപ്പം അമ്മയ്ക്കൊരു ലൈഫ് വേണോ, മീൻസ് അങ്ങനെ ഒരു ലൈഫിലേക്ക് നമുക്ക് നോക്കാം എന്ന് ചിന്തിച്ചപ്പം നമ്മളെല്ലാവരുടെ അടുത്തും വിളിച്ചു പറഞ്ഞു. അച്ഛൻ്റെ ഫാമിലിയിൽ, ആര്യയുടെ വീട്ടിൽ, ഇപ്പം എൻ്റെ ഇവിടുത്തെ വീട്ടിൽ, എല്ലായിടത്തും നമ്മളെ അറിയിച്ചു. എല്ലാവരും ഒന്നടങ്കം പറഞ്ഞൊരു കാര്യം, അമ്മയുടെ ലൈഫാണ്, തീരുമാനം അമ്മയുടേതാണ്, അമ്മ പറയുമ്പോൾ ചെയ്യൂ എന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 ഫാമിലിയിൽ നിന്നും അത്തരത്തിലുള്ള റെസ്പോൺസാണ് നമുക്ക് കിട്ടിയത്. എൻ്റെ അറിവിൽ ആര്യയുടെ വീട്ടിൽ നിന്ന് അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ അവർ കല്യാണത്തിന് വന്നില്ലേ എന്ന് കുറേ പേര് ചോദിച്ചു.
അതും ക്വസ്റ്റ്യനിലുണ്ട്. അപ്പം കല്യാണത്തിന് അവർ വന്നിട്ടുണ്ടായിരുന്നില്ല. അച്ഛന് കാലിന് വയ്യായിരുന്നു എന്നുള്ളതാണ് ഞാൻ കേട്ടത് കേട്ടോ. എനിക്കറിയാവുന്ന കാര്യത്തിൽ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇവിടെ നിന്നാണെങ്കിലും ഇവിടെ നിന്ന് അച്ഛൻ അങ്ങനെ എല്ലാവരും കുറേ ആൾക്കാരെ കൂട്ടിയിട്ടുള്ള കല്യാണം ഒന്നല്ലായിരുന്നു. എല്ലായിടത്തു നിന്നും കുറച്ച് ആൾക്കാരെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, സൂര്യയെ മാരേജിന് വിളിച്ചില്ലേന്ന്. എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല, വളരെ ചുരുക്കം ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എല്ലാ വീട്ടിൽ നിന്നും ഓരോരുത്തർ അങ്ങനെയൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇവിടുന്ന് പാച്ചുച്ച മാത്രമാണ് വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് പിന്നെ കട്ട പോവായതുകൊണ്ടാണ് ഉഷമ്മ വരാഞ്ഞത് കേട്ടോ. പിന്നെ അവിടുത്തെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നില്ല. അച്ഛനും വയ്യായിരുന്നു അപ്പു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അങ്ങനെ അപ്പം അക്സെപ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. രണ്ട് വീട്ടുകാരും നോ പറഞ്ഞില്ലല്ലോ. അതായത് ശരിക്കും പറഞ്ഞാൽ ആര്യയുടെ അമ്മയുടെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ആലോചിച്ച് നോക്കി, അവരുടെ മകളെ കല്യാണം കഴിച്ചു കൊടുത്ത വീട്. അപ്പോൾ അവിടെ അച്ഛൻ ഓൾറെഡി ഇല്ല. അപ്പോൾ അമ്മ ഇന്നൊരു സെക്കൻഡ് മാരേജ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവരവരുടെ മകളുടെ ഭാവിയെ കുറിച്ച് ചിന്തിച്ചതിന് നോ പറയേണ്ടതാണ്. പക്ഷെ അങ്ങനെ ഒരു റെസ്പോൺസ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. അതന്നെ ഒരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വേറെ ആരെങ്കിലും ആണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഒന്നും റെസ്പോണ്ട് ചെയ്യാതെ, ഐ മീൻ അവരുടെ നല്ലത് നടക്കട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം അവർ നല്ല ആൾക്കാരായോണ്ടല്ലേ അങ്ങനെ ഒന്നും പറയാതിരുന്നേ. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ അമ്മേനെ ഞാൻ ഈ ഒരു ഡിസിഷന് ശേഷം ആര്യയുടെ അമ്മേൻ്റെ അടുത്ത് ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ജസ്റ്റ് നോർമലി ഒന്ന് കണ്ടത്, ഞങ്ങൾ വയനാട്ടിൽ പോയ സമയത്ത് ആര്യനെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോർമലി ഞങ്ങൾ സംസാരിക്കും പോലെ സംസാരിച്ചു. അമ്മ ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ അങ്ങനെ. പിന്നെ അമ്മയെ പത്തനംതിട്ട, ഞാൻ പറഞ്ഞു ഏത് സ്ഥലത്തേക്കാണ് കെട്ടിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ കോട്ടയത്തേക്കാണ്. അമ്മ ജോബ് റിസൈൻ ചെയ്തു ഗൈസ്. അതൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. കല്യാണി ചേച്ചിയുടെയും വാവയുടെയും വിശേഷങ്ങൾ എന്തൊക്കെയാ? സുഖമാണോ അവർക്ക്? കല്യാണി ചേച്ചിയും വാവയും നല്ല സുഖമായിട്ട് ഇരിക്കണു. നല്ല സുഖം എന്നല്ല, പെയിൻ ഉണ്ടാവുമല്ലോ. അവൾക്ക് ഒരു ദിവസം ഫുള്ള് പെയിൻ സഹിച്ച് സിസേറിയൻ കഴിഞ്ഞതാണ് അവള്. അപ്പോൾ അവൾക്ക് സ്റ്റിച്ചിൻ്റെതായിട്ടുള്ള പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേഗം മാറട്ടെ. പിന്നെ ഇടയ്ക്കൊന്ന് ജസ്റ്റ് സ്റ്റിച്ചൊന്ന് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക്. അപ്പോൾ അതുകൊണ്ടൊക്കെ അവൾ നന്നായിട്ട് വേദന അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളിലാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. മോളും കല്യാണം സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവരുടെ വിശേഷങ്ങൾ എന്തായാലും ഇനി വീഡിയോസിലൂടെ നിങ്ങൾ അറിയും. ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഓഫ്കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. റീനമ്മയെ മിസ് ചെയ്യുന്നുണ്ടോ? ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അതെന്താ വെച്ചാൽ നമുക്കറിയാലോ ഇവിടെയല്ല അവിടെയാണ് ഉള്ളത് എന്നുള്ളത്. കാരണം പെട്ടെന്ന് ഇപ്പം ആവശ്യം അമ്മ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. ആ കാര്യത്തിൽ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുമ്പം ടു ബി ഹാണസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം ചെറുകുപ്പയിലാണെങ്കിലും ഐ മീൻ ഇവിടെ ആണെങ്കിലും പത്തനംതിട്ടയിലാണെങ്കിലും ഞാൻ അമ്മേനെ എങ്ങനെ കോൺടാക്ട് ചെയ്യുക? ത്രൂ വീഡിയോ അല്ലെ, വീഡിയോ കോള് അല്ലെ നോർമൽ കോള്. അങ്ങനെ തന്നെ ഞാൻ ഇപ്പോഴും കോൺടാക്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അതിൽ നിന്നും വലിയൊരു വ്യത്യാസം തോന്നിയില്ല. അത് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുക അപ്പൂനും ആയിരിക്കും. ബിക്കോസ് അവർ ഡെയിലി ഇത് ഫേസ് ചെയ്യണം. ആക്ച്വലി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയം എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ആ ഒരു സങ്കടവും ആ ഒരു മിസ്സിങ്ങും ഒക്കെ ഉണ്ടാവും എന്നുള്ളത് ഷുവറാണ്. ബിക്കോസ് ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എൻ്റെ മക്കളെ എടുക്കാൻ ഓടി വരുന്നത് അമ്മയാണ്. അത് മാത്രമല്ല നമുക്ക് നമ്മളെ വീട്ടിൽ പോകുമ്പോൾ കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ടാവും അല്ലേ. അതൊക്കെ എനിക്ക് ഒരുപാട് മിസ് ചെയ്യും. അത് ഞാൻ അവിടെ പോകുമ്പോൾ എനിക്ക് നല്ലോണം മിസ് ചെയ്യും. ഇപ്പം എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ടാണെങ്കിൽ എനിക്ക് അധികം അത് അങ്ങനെ ഓവറായിട്ട് എനിക്കത് ഫീൽ ആവത്തില്ല. അത് ഏറ്റവും കൂടുതൽ എൻ്റെ അപ്പൂനും തന്നെയായിരിക്കും. അവർ നന്നായിട്ട് അത് ഫേസ് ചെയ്യുന്നുണ്ടാവും. ഞാൻ അവളെ അങ്ങനെ എപ്പോഴും വിളിക്കും കേട്ടോ. എന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ലല്ലോ എന്താണ് നമുക്ക് ചോദിക്കുമ്പോൾ ഓള് പറയണേ എനിക്ക് രാവിലെയും വൈകുന്നേരം ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. കാരണം രാവിലെയും വൈകുന്നേരം അമ്മ ബാക്കിയുള്ള സമയം അമ്മ ജോലിക്ക് പോകുന്നതുകൊണ്ട് അവർ നോർമലായിട്ട് അങ്ങനെ പോകും. പക്ഷെ അമ്മ ഉണ്ടാവുന്ന സമയങ്ങളുണ്ടല്ലോ അത് അവർക്ക് നന്നായിട്ട് മിസ്സാവുമല്ലോ. അപ്പോൾ അവരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടമാണ്. പിന്നെ ആദർശേട്ടൻ റീനമ്മയുടെ വെഡ്ഡിങ് വീഡിയോ എന്താ ഇടാഞ്ഞേ? അത് ഓരോരുത്തർ ഇഷ്ടമല്ലേ. ഞാൻ ഓൾറെഡി അതായത് ഞാൻ അമ്മയുടെ കല്യാണം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇട്ട വീഡിയോയിൽ തന്നെ ഞാൻ പറയുന്നുണ്ട്. ഓഫ് കോഴ്സ് ഞാൻ അമ്മയുടെ കല്യാണം ഉണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കും, നിങ്ങളെ ഞാൻ കാണിക്കും. ബിക്കോസ് അത് ഒളിച്ച് നടത്തേണ്ട കാര്യമോ അല്ലെങ്കിൽ ആരും കാണരുതെന്ന് വെച്ചിട്ട് അയ്യോ എൻ്റെ അമ്മേൻ്റെ രണ്ടാം കല്യാണം ആരും കാണരുതെന്ന് വെച്ചിട്ട് ഞാൻ ഒളിപ്പിച്ച് വെക്കേണ്ട കാര്യമല്ല. ബിക്കോസ് അത് കാണിക്കണം എന്ന് എനിക്ക് തോന്നാനുള്ള റീസൺ കുറച്ച് ആൾക്കാർ വേണ്ടാത്ത രീതിയിൽ ഇത് വളച്ചൊടിക്കുന്ന രീതിയിലൊക്കെ പറഞ്ഞു നടന്ന ആൾക്കാരുണ്ട്. ഐ മീൻ കല്യാണം നേരത്തെ കഴിഞ്ഞു, അയ്യോ അവള് പോയി, അല്ലെങ്കിൽ കല്യാണം നേരത്തെ കഴിഞ്ഞു, അവരായിട്ട് നേരത്തെ പരിചയമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കഥ അങ്ങോട്ട് അടിച്ചിറക്കുക. എന്ന് വെച്ചാൽ ദൃശ്യം 3 ഒക്കെ എഴുതാൻ അവരെ കൈ കൊടുത്താൽ അവർ സൂപ്പറായിട്ട് എഴുതുന്ന രീതിയിൽ കഥ അടിച്ചിറക്കിയ ആൾക്കാരുണ്ട്. അത് ആരാ എന്താണെന്നൊന്നും ചെയ്യാൻ പോയിട്ടില്ലാതെ അവരുടെ കാര്യം. കാരണം അവർക്ക് സമയം ഒരുപാട് ബാക്കിയുള്ളതുകൊണ്ട് അവരങ്ങനെ ഇരുന്ന് പറയുന്നത്. നമുക്കിപ്പോൾ അത്രയും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ കാര്യത്തൊന്നും ഇടപെടാൻ പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞ എത്ര ആൾക്കാരുണ്ട്. അവരുടെ മുമ്പിൽ നമുക്ക് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കണമായിരുന്നു. 2 വീട്ടുകാരും വന്ന് നല്ല അന്തസ്സായിട്ട് കല്യാണം കഴിച്ചതാണെന്നും ഇവർ ഈ പറഞ്ഞ കണക്ക് നേരത്തെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നും ഇവർ ഈ പറഞ്ഞ കണക്കൊന്നും അല്ല കഥ എന്നുള്ളതും ഒന്ന് അറിയിക്കണം തോന്നിയോണ്ട് തന്നെയാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. ഓക്കെ,
കാരണം അതിപ്പോൾ അപ്പു ഇടാഞ്ഞത് എന്താ വെച്ചാൽ അപ്പു ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും ഇടുന്നില്ല. എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞായിരുന്നു, നീ ഇടുന്ന വീഡിയോ അധികം എന്നെ ഒന്നും ആഡ് ചെയ്യണ്ട എനിക്ക്. കാരണം അവൻ എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നില്ലേ, ഈ കാര്യം ചിലപ്പോൾ അവനാണ് സംസാരിക്കുന്നതെങ്കിൽ അവൻ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പതറും. ബിക്കോസ് അവൻ്റെ സങ്കടം ഇങ്ങനെ ഫേസിൽ കാണിച്ചു. ഞാൻ അങ്ങോട്ട് പൊട്ടി അങ്ങ് എത്തിക്കഴിഞ്ഞാലേ ഞാൻ നിങ്ങളടുത്തേക്ക് അത് ഇങ്ങോട്ട് എക്സ്പ്രസ് ആവുള്ളൂ. ഞാൻ അതിനേക്കാളും കുറച്ചുകൂടെ ബോൾഡായിട്ട് നിന്നൊരു കാര്യം പറയുമായിരിക്കും. ഐ തിങ്ക് പണ്ടൊട്ടേ ഞങ്ങൾ അങ്ങനെയാണ്. അച്ഛനും അമ്മ എന്തെങ്കിലും കശകശ ഉണ്ടെങ്കിൽ നമ്മൾ ഇടയിൽ കയറുന്ന മക്കളും മാറി നിൽക്കുന്ന മക്കളും ഉണ്ടല്ലോ, ഞങ്ങൾ രണ്ടാളും അങ്ങനെയായിരുന്നു. ഞാൻ എല്ലാത്തിനും ഇടയിൽ കയറി ഇവരുടെ കയറി സംസാരിക്കും. അപ്പോൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം അങ്ങനെയായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ എന്ന് വെച്ചാൽ അവന് പേടിയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവൻ എന്താ പറയുക എല്ലാത്തിനും റിയാക്ട് ഒക്കെ ചെയ്ത് തുടങ്ങിയത് കുറേ കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ അപ്പു ബോൾഡ് അല്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല, ബോൾഡൊക്കെ തന്നെയാണ്. പക്ഷേ അവൻ്റെ സങ്കടം വേഗം മുഖത്ത് കാണും. ഓക്കെ, അതുകൊണ്ടാണ് കല്യാണ വീഡിയോയിലൊക്കെ കണ്ടപ്പോൾ കുറേ പേര് ആദർശ് ഭയങ്കര സങ്കടത്തിലാണ്. എനിക്ക് സങ്കടം ഇല്ലാണ്ടല്ല, എൻ്റെ അവസ്ഥ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. സത്യം പറയണേ, ഇപ്പം ഒന്ന് ആലോചിക്കേ, എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഒരാൾ ഇങ്ങോട്ട് വരാണ്ട് പറഞ്ഞാൽ അപ്പു ഉണ്ട് ഇല്ല എന്നല്ല പറയണത്. എന്നാലും ഇവിടെ അച്ഛൻ അമ്മ എന്നൊരു ഇതുണ്ടല്ലോ, ആ ഒരു ഇത് തൊട്ടടുത്ത് ഞാൻ എപ്പോഴും അഹങ്കരിച്ചിരുന്ന കാര്യം, എൻ്റെ വീട് തൊട്ടടുത്താണ്. എനിക്ക് എപ്പോഴും ഇങ്ങനെ പോയി വരിക പോവുക ഇതായിരുന്നു എന്ന്. പക്ഷെ ഇപ്പം അമ്മ ഇല്ലാതായപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഹേർട്ടാവുന്നുണ്ട്. ഓക്കെ പിന്നെന്താ, അതുകൊണ്ടായിരിക്കാം അപ്പു ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ വീഡിയോ ഇടുന്നില്ല പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവനിത് ഇതിനെക്കുറിച്ച് അങ്ങനെ സംസാരിക്കാൻ താല്പര്യമില്ല. പിന്നെ അത് കഴിഞ്ഞ് കുറേ കമൻസും ഇതൊക്കെ വന്നപ്പോഴാണ് പിന്നെ അവൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടായിരുന്നത്. കല്യാണ വീഡിയോ അല്ലാതെ അവൻ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതല്ലാതെ ലോങ് വീഡിയോ ഇട്ട് കല്യാണം മൊത്തത്തിൽ അവൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കും ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ ആര്യയുടെ വീട്ടിൽ നിന്ന് ആരും വന്നില്ല കല്യാണത്തിനില്ല, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അമ്മയുടെ മാരേജ് കഴിഞ്ഞ് ചേച്ചിക്ക് എന്തൊക്കെ ചേഞ്ചസ് തോന്നി? എന്ത് ചേഞ്ചസ്? എനിക്ക് തോന്നിയ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ അമ്മ കുറേ കൂടുതലായിട്ട് എന്നെ ഫോൺ വിളിക്കാൻ തുടങ്ങി. പിന്നെന്താ എനിക്ക് പറയുമ്പോൾ ചിരിയാണ് വരുന്നത്. ചേഞ്ചസ് എന്നല്ല, അമ്മയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള കോമഡികൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഒന്ന്, എന്നെ ഒരു 4-5 ചാനലിന് ഇന്റർവ്യൂവിന് വിളിച്ചു. ആക്ച്വലി ഞാൻ ഓർക്കുന്ന വേണ്ടിയിട്ട് കണ്ടൊക്കെ ഞാൻ നല്ല ഫേമസ് ചാനലാണ്. അപ്പം ഞാൻ നോക്കുമ്പം ഇന്റർവ്യൂവിന് കിട്ടുമോ, നമ്പർ ഒന്ന് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു ചാനലിൽ മെസ്സേജ് വന്നത്. ആക്ച്വലി അത് കണ്ടപ്പോൾ ഞാൻ വണ്ടറടിച്ചായി. കാരണം ഞാനൊരു എങ്ങനെ പോയൊരു 3 കൊല്ലത്തോളമായി യൂട്യൂബിൽ ഇങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ മാക്സിമം വീഡിയോസ് ഇട്ട് വന്ന ആളാണ്. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു ഇന്റർവ്യൂവിൻ്റെ കാര്യത്തിനൊന്നും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോഴത്തേക്കും വേഗം ഇന്റർവ്യൂവിനൊക്കെ വിളിച്ചപ്പം ഞാൻ അങ്ങനെ എനിക്ക് തോന്നിപ്പോയി. അല്ലാതെ അമ്മയുടെ അടുത്ത് ചേഞ്ചസ് ആകെ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസമായിട്ടുള്ള എന്ത് ചേഞ്ച് തോന്നാനാണ് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇനി എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നും അമ്മ അവിടെ ഇല്ലാതാവുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്. അപ്പോഴായിരിക്കും എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റുക. അമ്മയുടെ മാരേജ് കഴിഞ്ഞതിന് ശേഷം അച്ഛൻ്റെ റിലേറ്റീവ്സിൻ്റെ റെസ്പോൺസ് എന്തായിരുന്നു? ആക്ച്വലി ഞാൻ പറയട്ടെ, അച്ഛൻ്റെ റിലേറ്റീവ്സ് ഇതിൽ അധികം കൈകടത്താൻ വന്നിട്ടില്ല. ഞങ്ങൾ വലിയച്ഛന്മാരോടും പാപ്പന്മാരോടും ഒക്കെ നമ്മൾ വിളിച്ച് പറഞ്ഞപ്പോൾ അവരൊക്കെ പറഞ്ഞത് അമ്മയുടെ ലൈഫാണ്, അമ്മ തീരുമാനിക്കട്ടെ, അതിലുപരി നിങ്ങൾ 2 മക്കളുമാണ് അതിൽ തീരുമാനം എടുക്കേണ്ടത് എന്നാണ് പറഞ്ഞത്. അല്ലാതെ അവരൊരിക്കലും അത് നടത്തരുത് എന്ന് ആരും പറഞ്ഞിട്ടില്ല. നമ്മളെ അഭിപ്രായത്തിന് വിട്ടതാണ് എല്ലാവരും. പിന്നെ അവർക്ക് നമ്മളെടുത്തുള്ള റെസ്പോൺസ് വെച്ചാൽ അവരൊരു മാറ്റവും എനിക്ക് തോന്നിയിട്ടില്ല. ബിക്കോസ് ഞാനിതാ ഇന്നലെയും കൂടെ എൻ്റെ വലിയച്ഛൻ്റെ മോളെ കല്യാണത്തിന് തലേന്ന് പാർട്ടിക്ക് പോയി വന്നിട്ടേ ഉള്ളൂ. ഞാൻ അവിടെ എൻ്റെ എല്ലാ റിലേറ്റീവ്സിനെയും കണ്ടിട്ടുണ്ട്. ഞാൻ എല്ലാവരോടും പണ്ടത്തെ പോലെ തന്നെ സംസാരിച്ചത്, അവരെന്നോടും പണ്ടത്തെ പോലെ തന്നെ സംസാരിച്ചത്. അതിൽ വലിയ ചേഞ്ചസ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ദൈവം സഹായിച്ച് അതും കൂടെ ആയാൽ പിന്നെ സഹിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ അച്ഛൻ്റെ ഫാമിലി, അമ്മയുടെ ഫാമിലി എല്ലാവരും വേണമെന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഞാനുള്ളത്. അപ്പോൾ എല്ലാവരും എന്നോട് നല്ലപോലെ തന്നെ കേട്ടോ റെസ്പോണ്ട് ചെയ്തതല്ല, മോശമായിട്ടൊന്നും ആരും ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അവിടെയും ഇവിടെയൊക്കെ കുറച്ച് നമ്മൾ എന്താ പറയുക, നമ്മൾ വിചാരിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്ന കുറച്ച് വ്യക്തികളുണ്ട്. അവരെ ഞാൻ എൻ്റെ കുടുംബമായിട്ടേ കണക്കാക്കുന്നില്ല. ഓക്കെ, പിന്നെ അച്ഛൻ എന്താ പറ്റിയത്? അച്ഛന് എന്താ പറ്റിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ഓൾറെഡി ഒരു വീഡിയോ ആയിട്ട് തന്നെ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അച്ഛന് ആക്സിഡൻറ്റ് പറ്റിയതാണ്. അച്ഛനിങ്ങനെ ഓട്ടോയും ജീപ്പും ഒക്കെ ഉള്ള ആളാണ്. അപ്പോൾ അച്ഛനിങ്ങനെ ഓട്ടം പോകും. അപ്പോൾ ആ സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ എൻ്റെ പ്രഗ്നൻസി എനിക്ക് ഡേറ്റ് ആയ സമയമായതുകൊണ്ട് അച്ഛനും അപ്പൂന്നും എവിടെയും പോകാറുണ്ടായിരുന്നില്ല, എപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടാവലുണ്ടായിരുന്നു. പക്ഷെ അന്നാണെങ്കിൽ അപ്പൂനൊരു മീറ്റിംഗ് ഉണ്ടായതുകൊണ്ട് അപ്പൂന് പോകേണ്ടി വന്നു. നേരത്തെ അപ്പൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛനൊരു ഓട്ടം വന്നു പെട്ടെന്ന്, വലിയച്ഛൻ തന്നെ ഒരു ഓട്ടമായിരുന്നു. അപ്പോൾ അച്ഛന് ഞാൻ ഒറ്റയ്ക്കാക്കി പോകുന്ന ടെൻഷനുള്ളതുകൊണ്ട് അച്ഛൻ വേറെ ഡ്രൈവേഴ്സിനൊക്കെ നോക്കി. പക്ഷെ നമ്മൾ പറയില്ലേ വരാനുള്ള വഴി തങ്ങൂലെന്ന്, അതുപോലെ ആരും കിട്ടാത്തതുകൊണ്ട് അച്ഛൻ തന്നെ പോയി. അങ്ങനെ തിരൂരാന്ന് തോന്നുന്നു, അങ്ങനെ ഏതൊരു സ്ഥലമാണ്. അപ്പോൾ അവിടുന്ന് ഒരു കാറ് വന്നിട്ട് ജീപ്പിനിടിച്ചതാണ്. അപ്പോൾ കാറിലുള്ള ആൾ ഉറങ്ങിപ്പോയതാണ്. അച്ഛൻ ജീപ്പിലായിരുന്നു, ജീപ്പിനിടിച്ചതാണ്. അതിൽ അച്ഛന്
ആക്സിഡൻറ്റിൽ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യമൊക്കെ ഉണ്ടായി. കാലിൽ കൂടെ കമ്പി കയറി, ലിവറിന് പ്രോബ്ലം വന്നു, വയറിടിച്ചു പോയി സ്റ്റെയറിങ്ങിൻ്റെ മുകളിൽ. അങ്ങനെ പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു കോഴിക്കോട്. പിന്നെ എന്നിട്ട് സർജറി ഒക്കെ കഴിഞ്ഞു. അതിലൊക്കെ ഓക്കെ, അച്ഛനെ വാർഡിലേക്ക് മാറ്റാമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. അച്ഛൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ, ഞാൻ KMCT മെഡിക്കൽ കോളേജിലായിരുന്നു. അങ്ങനെ ഒക്ടോബർ 28-നാണ് അച്ഛൻ മരിക്കുന്നത്. തുമ്പമ്മേനെ ഞാൻ പ്രസവിക്കുന്നത് രാവിലെ 10:45, അച്ഛൻ മരിക്കുന്ന വൈകുന്നേരം 5 സംതിങ്ങിന്. എന്താ പറയുക, ഒരേ ദിവസം രണ്ടും അനുഭവിക്കേണ്ടി വന്നു. എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം, ഒരു മോള് വേണം എന്നുള്ളത് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അത് കിട്ടി. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ ICUന്ന് കണ്ണൂർന്ന് കേൾക്കുന്ന ഫസ്റ്റ് ന്യൂസ് ഇതാണ്, അച്ഛൻ മരിച്ചു എന്നുള്ളതാണ്. ഞാൻ അച്ഛൻ്റെ ബോഡി കാണുന്നത് ഹോസ്പിറ്റലിൽ നിന്നാണ്. ഒരു വല്ലാത്തൊരവസ്ഥ വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വെറുക്കപ്പെട്ട ഒരു നിമിഷമാണ് അതിൻ്റെ അച്ഛനെ വിട്ടുപോയത്. അത് പറയുമ്പോൾ എനിക്ക് എപ്പോഴും എനിക്ക് എന്തോ ആവും, എനിക്കറിയില്ല, അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കില്ല. പിന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കഴിഞ്ഞല്ല അമ്മ ഈ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞ ആ വീഡിയോയിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛൻ ഞങ്ങൾക്ക് എല്ലാ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്തു തരും, അമ്മ ഞങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു തരും. ഒരിക്കലും എൻ്റെ അച്ഛനെ താത്തി അമ്മേനെ പൊക്കുകയൊന്നും ചെയ്തു. ഞാൻ അതിൻ്റെ അവസാനം ഒരു ഡയലോഗ് കൂടെ പറയേണ്ടത്, അത് ആരും കേട്ടില്ലെന്ന് തോന്നുന്നു. 2 പേരും ചേർന്നപ്പോഴാണ് ഞങ്ങളെ ലൈഫ് സ്വർഗ്ഗമായതെന്ന്. നമ്മളുണ്ടല്ലോ, ഞാൻ ഒരിക്കലും എൻ്റെ അച്ഛൻ ഒരു കാര്യത്തിന് ഞാൻ നിങ്ങളെ മുമ്പിൽ, എൻ്റെ മുമ്പത്തെ വീഡിയോ ഒക്കെ കണ്ടോക്ക്. എൻ്റെ അച്ഛൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ഒക്കെയാണ്. പക്ഷെ അച്ഛന് ഞങ്ങളോട് നല്ല സ്നേഹം ഉണ്ടായിരുന്നു. അത് ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കി അല്ലൂട്ട ഉണ്ടായതിന് ശേഷമാണ്. അല്ലൂട്ട ഉണ്ടായതിന് ശേഷം ഞാനും അച്ഛനും ഭയങ്കര എന്താ പറയുക, അച്ഛൻ ഇല്ലാണ്ടായപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആരും ഇല്ലാത്തൊരവസ്ഥ പോലെ ആയിട്ടുണ്ടായിരുന്നു. ഇനി എപ്പോഴും അനുഭവിക്കുന്നുണ്ട്. ഇപ്പോഴും എല്ലാവരും അച്ഛൻ്റെയൊക്കെ കൂടെ നടക്കണാകുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമാണ്. എനിക്ക് അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര എന്തോ പോലെ തോന്നും, എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നും. കാരണം എൻ്റെ തുമ്പിക്കൊന്നും ഓളെ അമ്മച്ചൻ്റെ ഒരു സ്നേഹമോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഭയങ്കര സങ്കടമാണ്. പിന്നെ ഞങ്ങളുണ്ടല്ലോ ശരിക്കും ജീവിച്ച് തുടങ്ങിയപ്പോൾ ദൈവം അച്ഛനെ കൂട്ടിക്കൊണ്ടുപോയതെന്ന് ഞാൻ പറയാം. കാരണം അതിൻ്റെ മുമ്പേ അച്ഛൻ ഒരു മാസത്തിലൊരിക്കലൊക്കെയാണ് വരിക. ഞങ്ങൾ ചെറിയ കുട്ടിയാകുമ്പോൾ അച്ഛൻ ദൂരം വഴിക്ക് ബസ്സിലൊക്കെ പോകുമ്പോൾ മാസത്തിലൊരിക്കലാണ് വരിക. വരുന്ന ദിവസം അച്ഛൻ ചിലപ്പോൾ വടി ഒടിച്ചിട്ടേക്കും വരിക. ഞങ്ങൾ പഠിച്ചിട്ടുണ്ടോ നോക്കാൻ ഞങ്ങളെ ബുക്ക് ചെക്ക് ചെയ്യും. ബുക്ക് ചെക്ക് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ കുത്തുവരട്ടെ, അതിന് അടി കിട്ടും തുടങ്ങിയിട്ട് ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. പക്ഷെ അച്ഛൻ അത്രയും സ്ട്രിക്റ്റ് ആയതുകൊണ്ടായിരിക്കണം ഞങ്ങൾ പഠിത്തത്തിൻ്റെ കാര്യത്തിലൊക്കെ നല്ലോണം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ ഞങ്ങളുടെ അടുത്ത് കൂളായി, ഭയങ്കര കുട്ടിക്കളി പോലെ അച്ഛൻ നടക്കാൻ തുടങ്ങിയത് അല്ലൂട്ടുണ്ടായതിനു ശേഷമാണ്. ഞാൻ നന്നായി എൻജോയ് ചെയ്ത സമയമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് ജീവിച്ച് തുടങ്ങി. അല്ലൂട്ടന് ഇപ്പം എത്ര ഒരു 2-3 കൊല്ലം ഞങ്ങൾ മര്യാദയ്ക്ക് അടിച്ച് പൊളിച്ച് ജീവിച്ച് അച്ഛൻ്റെ കൂടെ. അപ്പോഴത്തേക്ക് ഞങ്ങൾ അവസ്ഥ എന്തായി നോക്കിയാൽ അച്ഛൻ പോയി. പിന്നെ ഞങ്ങൾ എന്തോ ഒരു അവസ്ഥയിലാണ് പിന്നെ അങ്ങോട്ടേക്ക്, എനിക്കറിയില്ല പറയാൻ, എന്തോ ആയിപ്പോയി. അച്ഛൻ മരിച്ചിട്ട് 3 വർഷമായിട്ടില്ലല്ലോ, മാരേജ് നേരത്തെ ആയിപ്പോയെന്ന് തോന്നിയോ. ഞാൻ ഇത് ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ അന്ന് എൻ്റെ അച്ഛൻ മരിച്ച കാലം തൊട്ടിട്ട് ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന ഈ 1 കൊല്ലം 2 കൊല്ലം 3 കൊല്ലം ഇനി 10 കൊല്ലം കഴിഞ്ഞാലും നമ്മളെ വിട്ടുപോയ ആളെ കുറിച്ചുള്ള നമ്മുടെ ഫീലിങ്സ് അതൊരിക്കലും മാറൂല. എന്നുവെച്ചാല് ചില ആൾക്കാർ പറയില്ല, അയ്യോ അച്ഛൻ മരിച്ചിട്ട് 1 കൊല്ലം ആയില്ലല്ലോ, അച്ഛൻ മരിച്ചിട്ട് 1 കൊല്ലം ആയില്ലല്ലോ, 1 ആണ്ട് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ്, എല്ലാവർക്കും എല്ലാം പറ്റും. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് അച്ഛൻ മരിച്ച സമയത്ത് എൻ്റെ ഡിപ്രഷൻ ഏത് ലെവലിലാണെന്ന് പറയാൻ പറ്റില്ല. ഒരുമാതിരി പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഒന്നും അതിന് പറഞ്ഞാൽ പറ്റില്ല. കുട്ടി അതിൻ്റെ കൂടെ അച്ഛനില്ലാണ്ടായി. ഈ ദുഃഖം കാണാന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അതായത് അച്ഛൻ മരിച്ച വീടാണല്ലോ, മരിച്ച വീട്ടിലേക്ക് ആൾക്കാർ വന്നിട്ട് അച്ഛൻ മരിച്ചതിൻ്റെ സങ്കടം അവിടെ പറഞ്ഞിട്ട് അതേ മുഖം വെച്ചിട്ട് കുട്ടീനെ വന്ന് കണ്ടിട്ട് പോയ ആൾക്കാർ. അതൊക്കെ കൂടെ കണ്ടിട്ട് ഞാനൊരുമാതിരി ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു. ആ സമയം എനിക്ക് ആരോടൊന്നും പറയാൻ പറ്റില്ല. എനിക്കെല്ലാം പറയാൻ പറ്റുന്നത് എൻ്റെ അമ്മ ഒരവസ്ഥയിൽ, എൻ്റെ കെട്ടിയവൻ നാട്ടിലില്ല, അപ്പോൾ വേറൊരവസ്ഥയിൽ. ഇതൊന്നും എനിക്ക് ആരോടും പറയാൻ പറ്റാതെ അങ്ങ് എത്തിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റാണ്ടാകുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ എഴുതി സ്റ്റാറ്റസ് ഇടും. എന്താ എനിക്ക് അപ്പോൾ പറഞ്ഞെങ്കിൽ അപ്പോൾ എൻ്റെ സ്റ്റാറ്റസ് കണ്ടവർക്ക് അറിയാൻ പറ്റും. ഞാൻ സ്റ്റാറ്റസ് ഒക്കെ ഇടും. അതിന് വരെ ആൾക്കാർ ഓള് വീഡിയോ എടുക്കുക, അല്ലെ ഓള് വീഡിയോ ഇടുക അവിടെ, അല്ല ഓള് എന്തൊക്കെയാ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ആക്റ്റീവ്, അച്ഛൻ മരിച്ചിത്ര ദിവസമല്ലായുള്ളൂ. ഈ പറയുന്ന വ്യക്തികൾക്ക് ഇതിൻ്റെ മനസ്സെന്താണെന്ന് ചിന്തിക്കാനുള്ളൊരു കഴിവുണ്ടായില്ല. ഇപ്പോൾ കമന്റ് ബോക്സിൽ വന്നിട്ട് കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട്, അച്ഛൻ എത്ര പെട്ടെന്ന് മറന്നോ, 3 കൊല്ലമല്ലേ ആയുള്ളൂ, അല്ലെ 2.5 കൊല്ലമല്ലേ ആയുള്ളൂ, അച്ഛൻ എത്ര പെട്ടെന്ന് മറന്നോ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഒരാള് ഈ 2.5 കൊല്ലം ഞങ്ങൾ അങ്ങനെ ജീവിച്ചു എന്ന് ഒരാൾ അന്വേഷിച്ചിരുന്നു. ഈ പറയണ ഒരു വ്യക്തി വന്നിട്ട് ഈ 2.5 കൊല്ലം, അയ്യോ ദിനേശനില്ലാതെ ആ വീട്ടില് എൻ്റെ ഓളും 2 മക്കളും എങ്ങനെ ജീവിച്ചു എന്നുള്ളത് അതാരും ചിന്തിച്ചില്ല. അപ്പോൾ അച്ഛനില്ലാണ്ടായി ഞാൻ സത്യം പറയാം, ഞാൻ എൻ്റെ വീട്ടിൽ പോയി ഇപ്പോഴും ഒരു 10-11 മണിയാകുമ്പോൾ എനിക്ക് സിഗരറ്റ് സ്മെല്ല് ചെയ്യും. അത്രയ്ക്ക് ഞാനിപ്പോഴും നിങ്ങൾ ഇതിലൊരു ചോദ്യമുണ്ട്. ഞാൻ പറഞ്ഞ അമ്മയുടെ കല്യാണം
എവിടെയോ ഉണ്ട്. അമ്മയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അച്ഛനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്താണ് തോന്നിയിട്ടുള്ളത് എന്ന്. ഇതാ അമ്മയുടെ മാരേജിന് ശേഷം അച്ഛനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്താ തോന്നിയിട്ടുള്ളത്. സി, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അതെൻ്റെ അച്ഛനും ഇതിൻ്റെ അമ്മയാണ്. അതിലെനിക്ക് ഒരു ചേഞ്ചും വന്നിട്ടില്ല. പിന്നെ അമ്മ അച്ഛനെ കുറിച്ച് തന്നെ ആലോചിച്ച് ഇനിയുള്ള കാലം ജീവിക്കണം, ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കണം, ഞങ്ങളെ മക്കൾക്ക് വേണ്ടി ജീവിക്കണം എന്ന് പിടിച്ചു വെക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഓക്കെ, അമ്മയ്ക്ക് ചില ആൾക്കാർ പറയില്ലേ, അപ്പൊ അച്ഛൻ്റെ കൂടെയുള്ള ലൈഫ് അത്രയും ബോറായിരുന്നോ, അല്ലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ, അതുകൊണ്ടാണ് അമ്മ അതും ഒരു ക്വസ്റ്റ്യനാണ്, സെക്കൻഡ് മാരേജ് ഓപ്റ്റ് ചെയ്തതെന്ന് ചോദിക്കുന്ന ആൾക്കാർ. ഞാൻ പറയട്ടെ, അത്രയും ദുർഘടമായിട്ട് ഭയങ്കര മോശം ഒരു ലൈഫ് ലീഡ് ചെയ്ത ഒരു വ്യക്തി ഒരിക്കലും ചിലപ്പോൾ രണ്ടാമത്തെ ഒരു ലൈഫ് ചൂസ് ചെയ്ത് ഇനി കല്യാണമേ വേണ്ട ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. നിങ്ങൾക്ക് അങ്ങനെ ചിന്തിച്ചൂടെ? ചിലപ്പോൾ നല്ലൊരു ലൈഫ് ലീഡ് ചെയ്ത ഒരാൾ പെട്ടെന്ന് അയാളെ പാർട്ട്ണർ അങ്ങ് പോയി, അപ്പോൾ അയാൾക്ക് താങ്ങാൻ പറ്റുന്നില്ല, അപ്പോൾ അയാൾക്കൊരു പുതിയ പാർട്ട്ണർ വന്ന് അതുപോലത്തെ ഒരു ലൈഫ് മുന്നോട്ട് ലീഡ് ചെയ്യാന്ന് വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. അതൊക്കെ വളരെ തീർത്തും പേഴ്സണലാണ്. അതിൽ വന്നിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ഇയാൾക്കാണ് ഈ അവസ്ഥ, ഒരിക്കലും വരാണ്ടിരിക്കട്ടെ, ഇയാൾക്കാണ് ഈ അവസ്ഥയെങ്കിൽ ഇയാൾ എന്താ ചിന്തിക്കും. സി, നമ്മള് അപ്പുറത്ത് ആരാണ്ട് അമ്മയ്ക്ക് പ്രാന്ത് പിടിക്കുമ്പോൾ കാണാൻ നല്ല ചെയ്യലെന്ന് പറഞ്ഞ പോലെ നമ്മളത് അനുഭവിക്കാത്തടത്തോളം കാലം നമുക്ക് ആ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പൊ ഞാനിവിടെ എൻ്റെ കെട്ടിന് എൻ്റെ കൂടെ ഉണ്ട്, എനിക്കത് എന്താ പറയാ ആലോചിച്ച് കൂട്ടിയിട്ട് പറയാനൊന്നും പറ്റില്ല അങ്ങനെ അറിയാത്ത കാര്യങ്ങൾ. അതുകൊണ്ട് ഒരിക്കലും മറ്റൊരാളെ നമുക്ക് കമന്റ് ഇടാം, കുഴപ്പമില്ല. മാന്യമായ രീതിയിൽ കമന്റ് ഇട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, അവർക്ക് മാന്യമായ രീതിയിൽ ഞാൻ ഉത്തരം കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ചേച്ചി എന്ന് പറയുന്ന ആൾക്കാരെ എനിക്ക് മനസ്സിലാവും. വേണ്ടിയിരുന്നോ ഈ കല്യാണം എന്ന് നല്ലപോലെ ചോദിക്കുന്ന ആൾക്കാർ എനിക്ക് മനസ്സിലാവും. അതിലൊരു കമന്റ് ഉണ്ടായിരുന്നു, ഞാൻ നിങ്ങളോട് പറയാം, എനിക്കങ്ങനെ പറയുന്നത് യാതൊരു കുഴപ്പമില്ല. കാരണം ആള് ഗവൺമെന്റ് ജോബ്, എങ്ങനെ പോയാലും മാസം ഒരു 50,000-60,000 രൂപ ഉണ്ടാവും മിനിമം. പിന്നെ ആള് റിട്ടയർ ആകുമ്പോൾ ഒരു 50-60 ലക്ഷം ഉണ്ടാവും. ഇനി ആള് മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെൻഷൻ വാങ്ങിക്കാം. കമന്റ് നിങ്ങൾ ആലോചിക്കണം, ഈ മനുഷ്യന്മാരെന്താ ലൈഫ് ടൈം സെറ്റിൽമെന്റ് അത്. ഞാനപ്പോൾ തിരിച്ച് ഒരേ റിപ്ലൈ കൊടുത്തുള്ളൂ, നിന്റെ അച്ഛനും അമ്മയും കല്യാണം കഴിച്ചത് ഒരു സെറ്റിൽമെന്റിന്റെ പുറത്താണ് എന്നുണ്ടെങ്കിൽ നീ കണ്ടു വളർന്നതേ തുപ്പാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ അതിനൊന്നും പറയുന്നില്ല. അത് ഞാൻ അത്രേ കൊടുത്തുള്ളൂ. കാരണം എനിക്ക് ആരും വീട്ടിലുള്ളവരെ വിളിച്ച് ശീലമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ ചിന്തിക്കും, ഓരോരുത്തരും മനസ്സിന്റെ ചിന്താഗതി ഏത് വഴിക്കാ പോകുന്നത് എന്ന്. ഞാൻ ഒന്നും ഡിലീറ്റ് ആക്കിയിട്ടില്ല, ഞാൻ കമന്റ്സ് ഒന്നും ഡിലീറ്റ് ആക്കില്ല, അവിടെ തന്നെ കിടക്കട്ടെ. കാരണം എല്ലാവരും മനസ്സിലാക്കട്ടെ നമ്മളെ സമൂഹം എന്തൊക്കെ ചിന്തിച്ച് കൂട്ടുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഒരു നെഗറ്റീവ് കമന്റ് ഞാൻ ഡിലീറ്റ് ആക്കാൻ പോയിട്ടില്ല. പിന്നെ വൾഗറായിട്ട് ഞാൻ അങ്ങനെ ഓവറായിട്ടൊന്നും കണ്ടില്ല. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് കണ്ടിട്ട് എനിക്ക് കമന്റ് വന്നത് 90% സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമന്റ്സ് ആണ് വന്നിട്ടുള്ളത്. ബാക്കി ഒരു 10% ഒക്കെ ആയിരിക്കും മറ്റേ ജാതി ഉള്ളത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, അമ്മ നിങ്ങളെ ഒരുപാട് പേരെ ഇയാളെ സപ്പോർട്ട് ചെയ്ത് കമന്റിൽ കണ്ടു, നെഗറ്റീവ് കമന്റ്സും കണ്ട്, അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? യെസ്, ഞാൻ കുറേ വിചാരിച്ചിരുന്നു അതിൽ കമന്റ്സ് എടുത്ത് ചെയ്യാൻ നിങ്ങളോട് റിപ്ലൈ തരണമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിന് ഇനി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ വെച്ചിട്ട് ഞാനത് ഒഴിവാക്കിയിട്ടതാണ്. പക്ഷേ ചില കമന്റ്സ് കാണുമ്പോൾ ശരിക്കും നമുക്ക് റിപ്ലൈ കൊടുക്കാൻ തോന്നും, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ഇനി എത്ര പറഞ്ഞാലും മനസ്സിലാക്കില്ല. ഇപ്പോൾ ഇയാളുടെ മൈൻഡ് സെറ്റ് എന്താണ്? അച്ഛനും അമ്മയും അടുത്തില്ലല്ലോ, എന്താ പറയാ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊരു പ്രത്യേക അവസ്ഥയാണ്. പിന്നെ അച്ഛനും അമ്മയും അടുത്തില്ലല്ലോ, അച്ഛൻ ഞങ്ങളെ വിട്ടു പോയി, അമ്മ ഞങ്ങളെ വിളിപ്പുറത്തുണ്ട്, അതൊരിക്കലും ഇല്ലാതാവുന്നില്ല. അമ്മേനെ ഞങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് എന്തായാലും അമ്മ വരും എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാണ്. അമ്മ നിങ്ങളെ പിരിഞ്ഞു പോകുമ്പോൾ ഒട്ടും സങ്കടപ്പെട്ടില്ലല്ലോ, അമ്മയ്ക്ക് നിങ്ങളുടെ കൂടെ നിൽക്കാൻ താല്പര്യമില്ലേന്ന്. എൻ്റെ പൊന്നെ, അതൊക്കെ ഓരോരുത്തരും. ഞാൻ പറയട്ടെ, ഇപ്പം ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തെന്ന് വെച്ചിട്ട് എൻ്റെ അമ്മ കല്യാണം കഴിച്ച് പോകുന്നതിൽ എനിക്ക് സന്തോഷമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. എൻ്റെ അപ്പു പെട്ടെന്ന് സങ്കടപ്പെടുന്ന ആളാണ്, അവൻ കരഞ്ഞോണ്ട് പറഞ്ഞാൽ അവനാണ് കൂടുതൽ സങ്കടം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതും പറയാൻ പറ്റില്ല. അത് ഓരോരുത്തർ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയാണ്. എൻ്റെ അമ്മ പെട്ടെന്ന് കരയുന്ന ആളൊക്കെ തന്നെയാണ്, എന്ന് വെച്ചാൽ എപ്പോഴും പെട്ടെന്ന് കരയുന്ന ആളൊന്നല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മുമ്പത്തെ പല വീഡിയോസിലും ചിലപ്പോൾ ഞാൻ കരഞ്ഞിട്ടും അമ്മ കരയാണ്ടും കണ്ടിട്ടുണ്ടാവും. ചില വീഡിയോസിലും അമ്മ കരഞ്ഞു കണ്ടിട്ടുണ്ടാവും. അത് ഓരോരുത്തർക്ക് പിടിച്ച് നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ആയിരിക്കും. ഇതെന്ന് വെച്ചാൽ അമ്മ പുതിയൊരു ജീവിതം തുടങ്ങുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് തുടങ്ങരുത് എന്ന് കൂടെ നിൽക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട് അമ്മേൻ്റെ അടുത്ത്. അപ്പോൾ അമ്മയ്ക്ക് ആ ഒരു ടെൻഷനും ഉണ്ടാവും. ബിക്കോസ് നമ്മളൊരു വീട്ടിലേക്ക് പോകും, അപ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടാവരുത് എന്നുള്ളൊരു മാനസികാവസ്ഥ അമ്മയ്ക്കും ഉണ്ടാവില്ലേ. പിന്നെ അമ്മ കരഞ്ഞെന്നെ കാണണമെന്ന് നിങ്ങൾ വാശി പിടിക്കരുത്. എത്ര പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ കരയാണ്ട് ഇറങ്ങി പോകുന്നവരുണ്ട്. കരയുന്ന വീഡിയോസിന് ലൈക്ക് കൂടുന്നു അത് വെച്ചിട്ട് കരയണം എന്നില്ലല്ലോ. ഇപ്പൊ എൻ്റെ അമ്മ അവിടെ അമ്മയ്ക്ക് വേണം ഉണ്ടാക്കി കരയായിരുന്നു. അങ്ങനെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ സഹതാപമാണോ നിങ്ങൾക്ക് തോന്നുക? നമ്മള് അതൊക്കെ മാറി ചിന്തിക്കുന്ന സമയം കഴിഞ്ഞു. അമ്മ വിങ്ങി പൊട്ടി നിൽക്കുക എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം എനിക്ക് അമ്മേന്റെ ഫേസ് കണ്ടാലറിയാം, അമ്മ ഇളിഞ്ഞ പോലെ നിൽക്കുന്നില്ലേ. അതായത് കരച്ചിൽ വരുന്നുണ്ട് പക്ഷെ ചിരിക്കണം എന്നുള്ള അവസ്ഥ. ലൈക്ക് അതുപോലെയാണ് എനിക്ക് അമ്മേനെ കണ്ടിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം ചില ആൾക്കാർക്ക് എൻ്റെ അമ്മ കരയാണ്ടായിരുന്നു സങ്കടം. ദയവ് ചെയ്ത് അങ്ങനെ ചിന്തിക്കാതിരിക്കും. ഞങ്ങൾ അമ്മ കരയാൻ വേണ്ടിയിട്ടല്ല കല്യാണം നടത്തിയത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അമ്മയ്ക്ക് എങ്ങനെയാണ് ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുക? നിങ്ങളെല്ലാവരും കൂടെ ഇല്ലേ? ഞാൻ പറഞ്ഞു, നമ്മളെല്ലാവരും കൂടെ ഉണ്ടെങ്കിലും ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്ന
ഒത്തിരി പേരുണ്ടാവും. അത് അനുഭവിച്ചവരാണ്. ഇപ്പം ഞാനാണെങ്കിലും എൻ്റെ കെട്ടിയൻ അടുത്തില്ലാത്തതുകൊണ്ട് ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയ്ക്ക് അമ്മേൻ്റെ ഭർത്താവ് ഒരിക്കലും വരില്ല. അപ്പം അതൊരു ഒറ്റപ്പെടൽ തന്നെയാണ്. ഏതെങ്കിലും ഒരു നിമിഷമൊക്കെ അവർ ഒറ്റയ്ക്കായി പോയിട്ടുണ്ടാവും. അമ്മയ്ക്ക് അച്ഛനെ മറക്കാൻ പറ്റിയോ? ഒരാൾ മറക്കണം എന്നുണ്ടോ എന്ന് വെച്ചാൽ എൻ്റെ നോക്കിയേ, ഇപ്പം അമ്മയ്ക്കൊരു ഹസ്ബൻഡ് ഉണ്ട്, ഓക്കെ. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അച്ഛനെ മറക്കുമോ? ഇല്ല. എൻ്റെ അച്ഛൻ എന്നും എൻ്റെ അച്ഛനാ. അപ്പം അമ്മ മറക്കും. അമ്മയ്ക്ക് എങ്ങനെ മറക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പിന്നെ അമ്മ അച്ഛനെ മറക്കരുത്, അമ്മ ഇനിയുള്ള കാര്യം അച്ഛനെ പറ്റി ചിന്തിച്ച് തന്നെ ജീവിക്കണം എന്നൊക്കെ പറയാൻ പറ്റില്ല. ഇനി ഈ 3 കൊല്ലം കഴിഞ്ഞ് 3 കൊല്ലമല്ലേ ആയുള്ളൂ, ഇത് നേരത്തെ ആയില്ലേ, അല്ലെ 3 കൊല്ലമല്ലേ ആയുള്ളൂ, അമ്മയ്ക്ക് ഇത്ര പെട്ടെന്ന് മറക്കാൻ പറ്റും? 4 കൊല്ലം 5 കൊല്ലവും കഴിഞ്ഞിട്ടാണെങ്കിലോ ആ 5 കൊല്ലം അമ്മ അച്ഛനെ കുറിച്ച് തന്നെ ആലോചിച്ചിട്ടാണ് ജീവിക്കുക. അതിലും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ കാലം കഴിയുന്തോറും നമുക്ക് മറവി വരുന്നുള്ളത് പറയുന്നത് വെറുതെയാണ്. ഓരോ നിമിഷവും നമ്മൾ നീറിക്കൊണ്ടേയിരിക്കുന്നത്. നിങ്ങൾക്ക് 2.5 വർഷം എന്നുള്ള ചെറിയൊരു കാലം, 2.5-3 വർഷം എന്ന് പറയുന്നത് ചെറിയൊരു കാലമായിരിക്കും. അതിൽ ഓരോ ദിവസവും കഷ്ടപ്പെട്ട് ഇഴഞ്ഞ് നീങ്ങുന്ന ആൾക്കാർക്ക് അതൊരു വലിയൊരു കാലഘട്ടം തന്നെയായിരിക്കും. അത് മനസ്സിലാക്കുക ആദ്യം. ഓക്കെ, പ്രൗഡ് ഓഫ് യു ഡിയർ. നിങ്ങൾ മക്കൾ ചെയ്ത കാര്യം എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. താങ്ക് യു. അമ്മയും അച്ഛനും തമ്മിലുള്ള ജീവിതം എങ്ങനെയായിരുന്നു? ആ ജീവിതത്തിൽ അമ്മ ഓക്കെ അല്ലാതിരുന്നത് കൊണ്ടാണോ ഇത്രയും പെട്ടെന്ന് സെക്കൻഡ് മാരേജ് നടത്തിയത്? ഞാനതിന് ഓൾറെഡി ആൻസർ പറഞ്ഞു. ഒരാളെ പ്രീവിയസ് ലൈഫ് എങ്ങനെയാണ്, അത് അയാളെ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്, പുതിയൊരു ലൈഫ് വേണോ വേണ്ടയോ എന്നുള്ളത് ഒരിക്കലും പ്രീവിയസ് ലൈഫിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കില്ല ഉണ്ടാവുക. എൻ്റെ അച്ഛനും അമ്മയും നല്ല രീതിയിൽ തന്നെ ജീവിച്ചത്, അതില്ലാന്നൊന്നും ഞാൻ പറയില്ല. പിന്നെ നോർമലി ഒരു ഭാര്യയും ഭർത്താവും ആകുമ്പോൾ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്യൂസും കാര്യങ്ങളുണ്ടാവും. എൻ്റെ അമ്മ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുമുണ്ട്. അതൊന്നും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്ന് വെച്ചിട്ട് ആ ഒരു റീസൺ കൊണ്ടാണ് അമ്മ സെക്കൻഡ് മാരേജ് ഓപ്റ്റ് ചെയ്തത് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അമ്മയ്ക്ക് ഒരു കൂട്ട് വേണം തോന്നിയിട്ടുണ്ടാവും. ഇപ്പം ഞാനാണെങ്കിൽ ഞാൻ അമ്മേൻ്റെ കൂടെ നിൽക്കാറുള്ള ഒരാളാണ്. നിങ്ങൾക്ക് എപ്പോൾ കണ്ടാൽ മനസ്സിലാവും. നിങ്ങൾ എൻ്റെ പ്രീവിയസ് വീഡിയോസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അമ്മേൻ്റെ കൂടെ എങ്ങനെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷേ ഒരു വശം എനിക്ക് വൈശാട്ടം വന്ന സമയത്ത് പല സമയത്തും എനിക്ക് പലതിനും പോകാൻ പറ്റിയിട്ടില്ല. മോൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് പലപ്പോഴും അവനെ ലീവാക്കിയിട്ട് എനിക്ക് അവിടേക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലൈക്ക് അതുപോലെ തന്നെയാണ് ഇപ്പം അപ്പൂൻ്റെ കാര്യത്തിലാണെങ്കിൽ അപ്പൂന് അത്ര എമർജൻസി ഉണ്ടെങ്കിൽ അവൻ അമ്മേൻ്റെ അടുത്ത് മാറി നിൽക്കാറുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും അവൻ അമ്മേൻ്റെ കൂടെ തന്നെ ഉണ്ടാവാറുണ്ട്. ഇനി ആരും അവിടെ പോയി നിന്നാലും അപ്പു വീട്ടിൽ തന്നെ അധികം നിൽക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ എന്താണ്, ഇതൊക്കെ ഉണ്ടെങ്കിലും അമ്മയ്ക്ക് എവിടേക്കോ ഒറ്റപ്പെടൽ ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കിയേ. അപ്പൊ അങ്ങനെയും ഫീൽ ആവും. എത്രയോ പേര് കമന്റിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ആരൊക്കെ ഉണ്ടെങ്കിലും ഒറ്റപ്പെടൽ തന്നെയാണെന്ന്. നമുക്കെല്ലാം ഓപ്പണായി പറയാനൊരു കമ്പാനിയൻ എപ്പോഴും നല്ലതല്ലേ. പിന്നെ ചില ആൾക്കാർ ചോദിച്ചു ഈ 50-ാം വയസ്സിൽ എന്തിനാ അത്? നമ്മൾ വയസ്സാവുന്ന കാലത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ മിണ്ടി പറയാൻ ഒരാൾ കൂടെ വേണ്ടതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടുത്തെ അച്ഛച്ചനെ ഇളയവരെയും നോക്കിയേ. അച്ഛച്ചൻ ഇപ്പൊ ഇളയം അവിടെ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അച്ഛച്ചന്റെ ഈ ഒരു വാർദ്ധക്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലൂടെ ആയിരിക്കും പോവുക. അച്ഛച്ച ഇപ്പൊ അവിടുത്തെ അച്ഛൻ്റെ അടുത്ത് കുറേ വർത്താൻ പറഞ്ഞ് നിൽക്കുന്നത് ഞാൻ കണ്ടില്ല. അമ്മേൻ്റെ അടുത്ത് കുറേ വർത്താൻ പറഞ്ഞ് നിൽക്കുന്നത് കണ്ടില്ല. ഞങ്ങളുടെ അടുത്തൊക്കെ വർത്താനം പറയും. പക്ഷെ അച്ഛച്ചന്റെ എല്ലാ കാര്യങ്ങളും ഓപ്പണായി പറയാൻ പറ്റിയ ഇളയമ്മേൻ്റെ അടുത്താ. അതുപോലെ ഒരു കമ്പാനിയൻ ആണ് എപ്പോഴും ഒരു വാർദ്ധക്യത്തിൽ കൂടെ വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എല്ലാവർക്കും അങ്ങനെ തോന്നിക്കൊള്ളുന്നില്ല. അടുത്ത കമന്റാണ് എനിക്ക് ചിരി വന്നത്. ആര്യയും അമ്മയും തമ്മിൽ എങ്ങനെയായിരുന്നു? ആര്യ കാരണമാണോ അമ്മയ്ക്ക് ഒറ്റപ്പെടൽ ഫീൽ ചെയ്തത്? ചോദിച്ചത് തെറ്റായി കാണരുത്. ഒരു റിയാക്ഷൻ വീഡിയോ കണ്ടു, അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ ഈ ഒരു വീഡിയോ കണ്ടായിരുന്നു കേട്ടോ. ഇവർ പറഞ്ഞ റിയാക്ഷൻ വീഡിയോ ഞാൻ കണ്ടിട്ട് ഫസ്റ്റ് ഒന്നും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ തമ്പനയിൽ അതിൻ്റെ ക്യാപ്ഷൻ അതൊന്നും എനിക്ക് അത്ര അക്സെപ്റ്റബിൾ ആയിട്ട് തോന്നിയില്ല. പിന്നെ എല്ലാവരും അങ്ങനെ ചെയ്യുന്നവരായിരിക്കാം, ഞാൻ അതൊന്നും പറയാൻ നിൽക്കില്ല. പക്ഷെ അതിൻ്റെ ലാസ്റ്റിലേക്ക് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇപ്പം അതങ്ങനെ ആയിരിക്കുമല്ലോ, മരുമകൾ ഉണ്ടെങ്കിൽ പിന്നെ എന്തൊക്കെയോ അമ്മ കല്യാണം കഴിച്ചാൽ വളരെ നന്നായി, മരുമകൾ ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ആയിരിക്കും. എപ്പോഴും അമ്മമാർ അവരുടെ മക്കളെയും നോക്കിയൊരു വേലക്കാരനെ പോലെ വീട്ടിൽ നിൽക്കേണ്ടിയിരുന്നു, അങ്ങനെ എന്തൊക്കെയോ എനിക്ക് കറക്റ്റ് ഓർമ്മല്ല. ഞാൻ പണിത്തിരക്കിൻ്റെ ഇടയിൽ കൂടെ കണ്ടതാണ്. പക്ഷെ എന്നാലും ഞാനിങ്ങനെ അത് ചിന്തിച്ച് എന്നുവെച്ചാൽ എന്തിനാ ആര്യനെ കുറിച്ചൊന്നും അറിയാത്ത കാര്യം. ഞാൻ പറയട്ടെ, ആര്യയുടെ സ്ഥാനത്ത് ചിലപ്പോൾ ഞാനാണെങ്കിൽ പോലും ആര്യൻ്റെ അത്രയും ബോൾഡായിട്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തെന്ന് വരില്ല. കാരണം അവൾ അത്രയും നല്ലൊരാളായതുകൊണ്ടാണ് അതൊരിക്കലും വേണ്ട എന്ന് പറയാഞ്ഞത്. ഞാൻ കണ്ടിട്ടുണ്ട് അവൾ അമ്മേൻ്റെ കൂടെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. എനിക്കപ്പോൾ ഞാൻ തന്നെ അമ്മേനോട് പറഞ്ഞിട്ടുണ്ട്, അമ്മ ആര്യയുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഇങ്ങനെ ഇപ്പം അമ്മേൻ്റെ കൂടെ ഗോൾഡ് എടുക്കാൻ. ഗോൾഡ് ഞങ്ങൾ പുതിയതായി വാങ്ങിച്ചല്ല, അത് കുറേ പേര് കമൻറ്റ് ചോദിച്ചത് ഞാൻ പറയാം. ഞാൻ ക്വസ്റ്റ്യൻ കണ്ടില്ല. എല്ലാവരും ചോദിച്ചു അമ്മയ്ക്ക് നിങ്ങളാണോ ഗോൾഡ് എടുത്തു കൊടുത്ത്? അമ്മ അധ്വാനിച്ചിട്ട് അമ്മ ഉണ്ടാക്കി വെച്ച ഗോൾഡാണത്. അത് അമ്മ തന്നെ ഓരോ സാലറിയും അതും ഇതൊക്കെ കിട്ടുമ്പോൾ അമ്മ ഇങ്ങനെ വള വാങ്ങി വെക്കും.
അങ്ങനെ അമ്മയ്ക്ക് 10-15 വളയോളം ഉണ്ടായിരുന്നു. ആ വളയെന്ന് കൊടുത്തിട്ടാണ് കുറച്ച് പുതിയ ഗോൾഡും കൊട്ടയ്ക്ക് എടുത്തത്. അല്ലാതെ നമ്മളായിട്ട് ഒരു രൂപ പോലും അതിലേക്ക് ഒന്നും കൂട്ടേണ്ടി വന്നില്ല. അമ്മ സ്വന്തമായിട്ട് അമ്മയ്ക്ക് ഉണ്ടാക്കിയതാണ് അതൊക്കെ. ഓക്കെ, അപ്പോൾ അതിൻ്റെ സമയത്ത് ഒരു ഡ്രസ്സ് എടുക്കാൻ പോകുന്ന സമയത്താണെങ്കിലും ഒരു മരുമോൾ എന്ന് പറയാൻ പറ്റില്ല, ഓളും മോളെ പോലെ. ഇപ്പം ഞാൻ എങ്ങനെ അമ്മേൻ്റെ അടുത്ത് നിന്നോ അതുപോലെ തന്നെ ഓളും എല്ലാത്തിനും അമ്മേൻ്റെ കൂടെ തന്നെ അവളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു മോളെ പറ്റിയിട്ട് ആരും നെഗറ്റീവായിട്ട് കാണരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഈ ചോദിച്ചത് ആളെന്നെ പറയണ്ടത് തെറ്റായി ചോദിച്ചാൽ ഒരു വീഡിയോയിൽ കണ്ട ആ വീഡിയോയിൽ അവർ ആര്യനെ കുറ്റം പറയുന്നതല്ല, നോർമലി പറഞ്ഞതാണ്, കൊളോക്കലി അവർ പറഞ്ഞതാണ്. മരുമക്കൾ ഉണ്ടെങ്കിൽ ആൺമക്കൾക്ക് ബുദ്ധിമുട്ടാവും, രണ്ടുപേരെ നടുക്ക് കിടന്ന് അവർ ഉരുകും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു നോർമലി ടോക്കാണ്. പക്ഷേ അതൊരിക്കലും ആര്യനെ കമ്പയർ ചെയ്ത് നിങ്ങൾ വിചാരിക്കരുത്. ചേച്ചി ഡോക്ടറാണോ, എന്താ ജോബിന് പോവാത്തത്? യെസ്, ഞാൻ ഡോക്ടറാണ്, ആയുർവേദ ഡോക്ടറാണ്. ജോബിന് പോവാത്തത് അല്ലൂനെയും തുമ്പീനെയും ഒന്ന് എവിടെയെങ്കിലും ഒന്ന് സെറ്റിലാക്കാതെ എനിക്ക് ജോബിന് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് യൂട്യൂബ് റവന്യൂ എങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടോ, എത്ര കിട്ടും? ഓക്കെ, യൂട്യൂബ് റവന്യൂ എങ്ങനെ കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസ് ഇടുന്നതിനനുസരിച്ച് കിട്ടും. നമ്മൾ നല്ലോണം കുറേ വീഡിയോസ് ഇട്ട് നല്ല വ്യൂസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലോണം പൈസ കിട്ടും. നമ്മൾ വീഡിയോ കുറച്ചാണ് ഇടണമെങ്കിൽ, ഷോർട്സ് മാത്രമാണ് ഇടണമെങ്കിൽ എന്നൊക്കെ നമ്മൾ ഇടുന്ന വീഡിയോൻ്റെ ഡ്യൂറേഷനും കാണുന്ന വ്യൂസും അനുസരിച്ചാണ് എമൗണ്ട് ഉണ്ടാവുക. എനിക്ക് 3 വർഷമായിട്ട് മോണിറ്റൈസേഷൻ ആയതാണ്. അതായത് ഞാൻ കണ്ണൂർ ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഫസ്റ്റ് മോണിറ്റൈസേഷൻ ആവുന്നത്. അന്ന് തൊട്ടിട്ട് എനിക്ക് വരുമാനമുണ്ട്. അപ്പം ആ സമയത്തൊക്കെ എനിക്ക് ആദ്യമൊക്കെ ചിലപ്പോൾ 2 മാസം കൂടുമ്പോൾ ഒക്കെ പേയ്മെന്റ്, ചില സമയം വീഡിയോ ഇടാതെ പക്ക ഗ്യാപ്പ് ഇട്ടിട്ട് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ, സ്ഥിരമായി കണ്ടവർക്ക് അറിയാൻ പറ്റും. ആ സമയത്തൊക്കെ എനിക്ക് വരുമാനം വളരെ കുറവായിരുന്നു. ചിലപ്പോൾ 2 മാസം, ചിലപ്പോൾ 3 മാസമൊക്കെ കൂടുമ്പോൾ കിട്ടിയ ആൾക്കാരുണ്ട്, പക്ഷെ കിട്ടിയ മാസങ്ങളുണ്ട്. പക്ഷെ ഇപ്പം കുറേ ആയിട്ട് മന്ത്ലി എനിക്ക് കിട്ടുന്നുണ്ട്, വലിയ കുഴപ്പമില്ലാത്ത എമൗണ്ട് എനിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം എനിക്ക് അത്യാവശ്യം ഞാൻ സ്റ്റേബിളാണ്. കാരണം ഞാൻ കുട്ടികളെ നോക്കി വീട്ടിലെ കാര്യമൊക്കെ നോക്കി അതിൻ്റെ കൂടെയാണ് ഞാൻ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് കൊണ്ടുപോകണേ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ പഠിക്കണമുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം നല്ലൊരു വരുമാന മാർഗം തന്നെയാണ് യൂട്യൂബ്. ഏകദേശം എത്ര കിട്ടുമെന്ന് വെച്ചാൽ പലതാണ്, വേരിയേഷൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ജോബാണോ ജോബ് ഓർ സോഷ്യൽ മീഡിയ, ഏതിനാണ് പ്രയോറിറ്റി? ഓക്കെ, ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഡോക്ടർ ആവുക എന്നൊക്കെയുള്ളത്, ഭയങ്കര എൻ്റെ ഒരു എയിമായിരുന്നു. ആയിരുന്നതല്ല ആണ്, അപ്പോൾ ആയല്ലോ. അപ്പോൾ എനിക്ക് ജോബ് ഓഫ് കോഴ്സ് എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ യൂട്യൂബ്, സോഷ്യൽ മീഡിയ അതൊക്കെ എനിക്ക് ഭയങ്കര പാഷനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസ് ചെയ്യാനും. അത് മാത്രമല്ല, ഞാനിപ്പോൾ ഒരു ഡോക്ടർ മാത്രമായിട്ട് ഇവിടെ ഒതുങ്ങിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ 4 വട്ടത്തുള്ളവരെ അറിയണ്ടാവുള്ളൂ. ചിലപ്പോൾ ഡോക്ടറിൽ നിന്നിട്ട് ഓടിച്ചിട്ട് അടിക്കാൻ വരുന്നതിന് മാത്രമേ എന്നെ അറിയണ്ടാവുള്ളൂ. പക്ഷേ ഇപ്പം ഞാൻ ഒരു യൂട്യൂബർ, ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായിട്ടുള്ള ആളായതുകൊണ്ട് പുറത്ത് പോകുമ്പം ഓരോരുത്തർ വന്ന് എൻ്റെ അടുത്ത് ചേച്ചി യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആളല്ലേ ദൃശ്യ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് സ്നേഹത്തോടെ വന്നിട്ട് സംസാരിക്കുമ്പോൾ സത്യം പറയാലോ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾ ചില ആൾക്കാർ എന്നെ കണ്ടിട്ട് പിന്നെ മെസ്സേജ് അയക്കും, ചേച്ചി ഞാൻ കണ്ടിരുന്നു, എനിക്ക് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾ എന്നെ അറിയുന്ന ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ എനിക്കത് ഭയങ്കര ഒരു പ്രൗഡാണ്. എനിക്ക് ഓക്കെ നിങ്ങൾക്ക് എന്നെ അറിയാലോ എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് രണ്ടും ഇഷ്ടമാണ്, രണ്ട് രീതിയിൽ ഇഷ്ടമാണ്. ഓക്കെ, അമ്മയുടെ മാരേജിൻ്റെ കാര്യം വന്നപ്പോൾ ചേച്ചി സമ്മതിച്ചില്ലല്ലോ ആദ്യം, വൈ? ഓഫ് കോഴ്സ് എൻ്റെ അമ്മയായതുകൊണ്ട് എനിക്ക് എൻ്റെ അമ്മയാണ്. അയ്യോ എൻ്റെ അമ്മ വേറെ ആളുടെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല അങ്ങനെയൊക്കെ. പിന്നെ അയ്യോ എനിക്ക് എൻ്റെ വീട്ടിൽ പോകാൻ പിന്നെ ആരാ അവിടെ ഉള്ളത്, ഐ മീൻ അപ്പു ആര്യയുണ്ട്, എന്നാലും വെക്കുമ്പോൾ അമ്മ ഉള്ള പോലെ ആവില്ലല്ലോ അത്. പിന്നെന്താണ്, അപ്പം എനിക്ക് പത്തനംതിട്ടയാണെന്നോ സ്ഥലമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. ഈ അലയൻസ് എവിടെ ഏത് സ്ഥലമാണ് അങ്ങനെയൊന്നും അറിയില്ല. ജസ്റ്റ് ഇങ്ങനെ അലയൻസ് വന്നോന്നേ എന്നോട് പറഞ്ഞുള്ളൂ. അപ്പോഴത്തേക്ക് എൻ്റെ കിളി പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഡീറ്റെയിൽസൊക്കെ അറിയണത്. പിന്നെ അങ്ങ് സമ്മതിച്ചു. ആദ്യം ഞാൻ കുറച്ച് സെൽഫിഷ് ആയിട്ടായിരുന്നു ബിഹേവ് ചെയ്തത്. ചേച്ചിക്ക് എന്തായിരുന്നു ടെൻഷൻ ആ സമയത്ത്? അഫ്കോഴ്സ് ഇതൊക്കെ തന്നെ, ഞാൻ വീട്ടിലേക്ക് പോണ കാര്യം, അപ്പൂൻ്റെ കാര്യനെയും കാര്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഓക്കെ, അച്ഛനോടുള്ള ഫീലിങ്സ് ഒന്ന് പറയോ? അമ്മയുടെ മാരേജ് കഴിഞ്ഞ് അച്ഛനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എന്ത് തോന്നി? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അച്ഛനെക്കുറിച്ച് ആലോചിക്കാൻ ഒരിക്കലും അമ്മയുടെ മാരേജ് കഴിയണമെന്നോ ഒന്നുമില്ല. ഞാൻ എപ്പോഴും എനിക്ക് എൻ്റെ അച്ഛനോടുള്ള ഫീലിങ്സ് ഒരുപടി കൂടുക എന്നല്ലാതെ ഒരിക്കലും കുറഞ്ഞിട്ടില്ല. എനിക്കത് ഭയങ്കരമായിട്ട് അച്ഛനെ മിസ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഒരുപാട് ഞാൻ എൻ്റെ അച്ഛനെ എവിടെയും ഞാൻ മോശമാക്കിയിട്ടല്ല ഞാൻ ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. എല്ലാവരുടെ അടുത്തും നെഗറ്റീവ്സും പോസിറ്റീവ്സും ഉണ്ടാവും. എൻ്റെ അച്ഛൻ്റെ അടുത്തും അമ്മേൻ്റെ അടുത്തും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഞാനത് എവിടെയും ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടില്ല. നമ്മളൊരിക്കലും നമ്മുടെ പാരൻസിനെ ആർക്കും ഇട്ടെറിഞ്ഞ് കൊടുക്കില്ല, അത് ആദ്യം ആലോചിക്കുക. പിന്നെ അച്ഛനോടുള്ള ഫീലിങ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമുക്കൊരു അച്ഛൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്ട്രെങ്ത് ആയിരിക്കും, നമുക്കൊരു പ്രൊട്ടക്ഷനാണ്. അതെപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. സിമ്പിളായിട്ട് പറഞ്ഞിട്ടെ, ഞാനും വൈശാട്ടനും അടി കൂടിയാലുണ്ടല്ലോ, ഞാൻ ഏറ്റവും ലാസ്റ്റ് ഇതെന്താ പറയുക, രാത്രി തട്ടപ്പതൊക്കെ കേൾക്കും. ഞാൻ കുനുകുന്നു, ഞാൻ തന്നെ ഇരിക്കും. കാരണം ഞാൻ കുനുകുന്നു പറഞ്ഞു വൈശാട്ടനോട് ചൊറിഞ്ഞോടന്ന് ഞാൻ വൈശാട്ടൻ അങ്ങോട്ടോട് വർത്താനം പറഞ്ഞ് ചിലപ്പോൾ ഏട്ടൻ്റെ ഡാഡിക്കൊന്ന് വിളിച്ചാൽ മതി, അപ്പം ഞാൻ ഫോൺ എടുക്കും.
ഇനി മതിയായി എൻ്റെ അച്ഛനെ വിളിക്കാതെ. അങ്ങനെ ഞാൻ കുത്തി വേഗം അച്ഛനെ വിളിക്കും. അന്നേരം വൈശാട്ടൻ പറയും, എൻ്റെ ദൃശ്യം എന്താ ഈ വെറുതെ ആവശ്യമില്ല അച്ഛനെ വിളിക്കുന്ന ഏട്ടൻ കട്ടാക്കാൻ പറയും. കട്ടാക്കും. അപ്പോൾ അച്ഛനോട് മിസ് കോളൊക്കെ പോയിട്ടുണ്ടാവും. അച്ഛനറിയാം എന്തോ ഉണ്ടാവുന്നത്. പിറ്റേന്ന് ചോദിക്കും, എന്താ പോയ മിസ് കോൾ കണ്ടത് എന്ന് ചോദിക്കും രാവിലെ. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛൻ കൈയെട്ടി പോയതാണ്. അച്ഛൻ നന്നായിട്ട് അറിയാം ഞാനിവിടെ ഒരു നമ്പർ ഇറക്കി വയ്ക്കുന്നു. പക്ഷെ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് എൻ്റെ അച്ഛനെ എന്താ പറയുക, എനിക്ക് എൻ്റെ ഒരു ബാക്ക് ബോൺ അല്ലെങ്കിൽ എനിക്ക് സ്ട്രെങ്ത് എന്നൊക്കെ പറയാൻ എൻ്റെ അച്ഛൻ തന്നെയായിരുന്നു. അപ്പോൾ അച്ഛൻ പോയി കഴിഞ്ഞതിന് ശേഷം അതെല്ലാം എനിക്ക് നല്ല പോലെ പോയി കിട്ടി. പിന്നെ അമ്മ ഉണ്ടായിരുന്നു. അമ്മ ഇപ്പോഴും അമ്മ അവിടെ ഉണ്ട്. ഞാൻ വിളിക്കുമ്പോൾ എനിക്ക് അമ്മേനെ അവൈലബിൾ ആണ്. പക്ഷെ എത്രത്തോളം ഈസിലി അവൈലബിൾ ആവുമെന്ന് എനിക്കറിയില്ല. ഇത്രയും അടുത്തുള്ളതും കുറച്ച് ദൂരമുള്ളതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അത് അമ്മയുടെ ഈ സെക്കൻഡ് മാരേജ് വേണ്ടാന്ന് തോന്നിയിട്ടുണ്ടോ? ഈ നിമിഷം വരെ തോന്നിയിട്ടില്ല. ആദ്യം വേണ്ടാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇതുവരെ എനിക്ക് അങ്ങനെ തോന്നിയില്ല. കാരണം ആള് വളരെ നല്ലൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല സ്നേഹമാണ്. മക്കളുടെ അടുത്താണെങ്കിലും ഒക്കെ എൻ്റെ അടുത്തൊക്കെ സംസാരിക്കുമൊക്കെ നമുക്ക് സംസാരത്തിലാണ്. ഐ മീൻ ഇപ്പം ഞങ്ങൾ സംസാരിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ നല്ലൊരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്കൊരു സെക്കൻഡ് മാരേജ് വേണ്ടാന്നൊന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ദൃശ്യം വളരെ ബോൾഡാണ്. അനിയനെ പോലെ അല്ല. ആൾ എല്ലാ വീഡിയോസിലും സാഡാണല്ലോ. ദൈവമേ, ഞാൻ അത്ര ബോൾഡൊന്നുമല്ല. അത് ചിലപ്പം നിങ്ങൾക്ക് എൻ്റെ സംസാരവും എൻ്റെ അപ്പിയറൻസും കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും. ഞാൻ പെട്ടെന്ന് സങ്കടപ്പെടും, പെട്ടെന്ന് കരയും, പെട്ടെന്ന് ദേഷ്യപ്പെടും, പെട്ടെന്ന് കൂളാവും. എല്ലാം ചടപടയെന്നാണ്. പക്ഷേ ഞാൻ കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാൻ ഞാൻ കുറച്ച് ഓക്കെയാണ്. എനിക്കൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാനത് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ചിലപ്പോൾ ആ സംഭവം ഞാൻ അതോടുകൂടി വിടും. എന്ന് വെച്ചിട്ട് എന്താ പറയുക, ഞാൻ അത്ര ഓവർ ബോൾഡ് അല്ല ഗൈസ്. അപ്പു ഓഫ് കോഴ്സ് അപ്പു ഒരു ഇമോഷണൽ പേഴ്സൺ ആണ്. എന്ന് വെച്ചാൽ അവൻ ബോൾഡ് അല്ല എന്നല്ല. പിന്നെ ചില കാര്യങ്ങൾ അവൻ്റെ മുഖത്ത് നിന്ന് നിഴലിച്ച് കാണും. അത് നിങ്ങൾ അമ്മയുടെ കല്യാണത്തിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ചിരിച്ച് നിൽക്കുന്നുണ്ടാവും, എന്നാലും അവൻ്റെ മുഖത്ത് ആ സങ്കടം എപ്പോഴും ഉണ്ടാവും. പക്ഷേ നിങ്ങൾ രണ്ടാളും മനസ്സ് വീങ്ങുക എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാവും. ഹാപ്പി ആയിട്ടിരിക്കും മോളെ, അനിയനോടും പറയൂ. എനിക്ക് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുമ്പം മോള് ചെയ്തത് നന്നായി, മോളെ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സാണ് ആക്ച്വലി മാറി ചിന്തിക്കേണ്ടത്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പം കുറച്ചുകൂടെ ഫോർവേഡായിട്ട് ചിന്തിക്കുന്നതെന്ന്. കാരണം മോള് ചെയ്തത് നന്നായി, മോളെ മോക്ക് നല്ലതേ വരൂ, ഞങ്ങൾ ഇതിങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ ചേച്ചി പറയുന്ന ആൾക്കാരുണ്ട്. ബട്ട് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് മോളെ എന്ന് പറഞ്ഞിട്ടുള്ള കമൻസ് ആണ്. സോ എനിക്ക് തോന്നുന്നു ഇവരൊക്കെ കുറച്ചുകൂടെ അനുഭവസ്ഥരായില്ലേ. അവരുടെ ആ ഒരു ഏജ് വെച്ചിട്ട് അവർ നോക്കും അവരെവിടേക്കോ ഒറ്റപ്പെട്ടിട്ടുണ്ടായേക്കാം. അതുകൊണ്ടായിരിക്കാം അവർ ആ ഒരു സപ്പോർട്ട് തരുന്നത്. ഒരുപാട് പേരങ്ങനെ എനിക്ക് പേഴ്സണലായിട്ടും കമൻസിൻ്റെ എത്രയോ മെസ്സേജസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഈ കുറച്ച് ദിവസത്തിനുള്ളിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അമ്മ വഴി തന്നെയാണോ പ്രപ്പോസൽ വന്നത്? എൻ്റെ പൊന്നെ, ഇതാണ് കമൻസ്. ആക്ച്വലി അമ്മ വഴി വന്നാൽ എന്താ കുഴപ്പം? ഞാൻ സത്യം പിന്നെ പറയാം, അതല്ല ഞാൻ ചോദിക്കുന്നത്. അമ്മ വഴി വന്നാൽ എന്താ കുഴപ്പം? അമ്മ വഴി ഒരു അലയൻസ് വന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മോശമല്ല. അമ്മ കണ്ടെത്തിയ ആളാണെങ്കിൽ നല്ല ആളല്ലേ. പക്ഷേ ഈ ഒരു അലയൻസ് വന്നിട്ടുള്ളത് അമ്മയുടെ ഫ്രണ്ട് ത്രൂ ആണ്. അത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞാണ്. എന്നിട്ടും ആൾക്കാർ എൻ്റെ താഴെ അമ്മ വഴിയാണോ വന്നത്, നിങ്ങൾ രണ്ടുപേരും പറയുന്ന കേൾക്കുമ്പോൾ തോന്നുന്നു അമ്മ വഴിയാണ് വന്നത്. ആക്ച്വലി അമ്മയുടെ ഫ്രണ്ട് ത്രൂ വന്നത് അത് അമ്മ വഴി തന്നെയാണല്ലോ വരിക. അമ്മയുടെ ഫ്രണ്ട് അമ്മ, അങ്ങനെയാണ് ഞങ്ങളടുത്തേക്ക് എത്തുന്നത്. പിന്നെ ഇനി അമ്മ വഴിയാണ് വന്നതെങ്കിൽ കൂടിയും അതിലൊരു മോശമല്ല. കാരണം അവനവൻ്റെ ജീവിതം സെറ്റാക്കണമെങ്കിൽ അവനവൻ തന്നെ തുനിഞ്ഞിറങ്ങിയേ പറ്റുള്ളൂ ഈ കാലത്ത്. ചിലപ്പോൾ ഇങ്ങനെ ഒരു അലയൻസ് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ ചിന്തിക്കില്ലായിരുന്നു അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ലൈഫ് വേണം, അല്ലെ അമ്മേനെ സെക്കൻഡ് മാരേജ് ചെയ്യിപ്പിക്കണം എന്നൊന്നും ഞങ്ങൾ ഒരിക്കലും ചിന്തിക്കില്ലായിരുന്നു. സോ അമ്മയ്ക്ക് പിന്നീടുള്ള ലൈഫ് എന്ന് വെച്ചാൽ ഞങ്ങൾ മാത്രമായിട്ട് ചുരുങ്ങി പോവായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ചില സന്ദർഭങ്ങളിൽ അമ്മയ്ക്ക് ഒറ്റപ്പെടേണ്ടി വന്നേക്കുമായിരുന്നു. അത് പിന്നീട് ഞങ്ങൾക്ക് സങ്കടപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്കും കൂടെ എത്തിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു കാര്യമാണ് നടന്നത്. ദൃശ്യ ചേച്ചി ആൻഡ് വൈശാഖേട്ട മാരേജ് കഴിഞ്ഞിട്ട് എത്ര ഇയറായി? നല്ല ദിവസമാണ് ചോദിച്ചത്. മെയ് 19 ഞങ്ങൾ കല്യാണം കഴിഞ്ഞപ്പോൾ നാളത്തേക്കാകുമ്പോൾ 6 വർഷം കഴിഞ്ഞ് 7ാമത്തെ വർഷം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം ഗൈസ്. അപ്പോൾ 6th വെഡിങ് ആനിവേഴ്സറി ആണ് നാളെ. ഓക്കെ, നാളെ മീൻസ് ഈ വീഡിയോ ഞാനിപ്പോൾ എന്നാ ഇടാൻ എനിക്കറിയില്ല. മെയ് 19th കേട്ടോ. പിന്നെ ഏജ് ഒക്കെ എന്തിനാ? എനിക്കെൻ്റെ ഏജ് പറയുന്നത് ഇഷ്ടമല്ല ഗൈസ്, ഞാൻ പറയില്ല. ഞാൻ കേട്ടോ നമ്മൾ 2 വയസ്സ് വ്യത്യാസമുണ്ട്, നിങ്ങൾ കണ്ടുപിടിച്ചോ. ഓക്കെ, ക്വാളിഫിക്കേഷൻ ഞാൻ BAMS ആയുർവേദ ഡോക്ടർ. ഏട്ടൻ എന്താ സാധനത്തിൻ്റെ പേര്, ഹോട്ടൽ മാനേജ്മെൻറ്റ്. ഓക്കെ, സാധനത്തിൻ്റെ പേര് മറന്നു കേട്ടോ. ഇവനിപ്പോൾ വൈശാട്ടൻ്റെ ചീത്ത അറിയാം. സ്വന്തം കിട്ടിയ ക്വാളിഫിക്കേഷൻ പറഞ്ഞെടുക്കാൻ അറിയാത്ത സാധനം. ഹോട്ടൽ മാനേജ്മെൻറ്റ് ഡിഗ്രിയാണ് കേട്ടോ. ഗ്രാജുവേറ്റ് അത് പറഞ്ഞില്ല വൈശാട്ടൻ്റെ അടുത്ത്. ഓക്കെ, മക്കളുടെ ഏജ് മോന് 5 വയസ്സ്, മോക്ക് 2. മോന് 5 വയസ്സ് കഴിഞ്ഞു, മോക്ക് 2 വയസ്സും 7 മാസമായി. ഓക്കെ, വാട്ട് ഇൻസ്പയർഡ് യു ടു ക്രിയേറ്റ് എ യൂട്യൂബ് ചാനൽ?
വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് വീഡിയോ യു ഹാവ് ക്രിയേറ്റഡ് ആൻഡ് വൈ? ഓക്കെ, എന്താണ് എന്നെ ഇൻസ്പയർ ചെയ്തൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറോണ. ഞാനേ കൊറോണയുടെ സമയത്ത് എനിക്ക് കൊറോണ വന്ന് ഞാൻ ക്വാറന്റൈനിൽ ഇരിക്കുന്ന സമയത്താണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് ആ ഒരു ഒറ്റപ്പെടൽ എനിക്ക് ഫീൽ ചെയ്തപ്പോഴാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, എനിക്ക് സംസാരിക്കണം തോന്നിയുകൊണ്ട് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. ഇനി ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള വീഡിയോസ് ഏതാണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും ഒക്കെ ഞങ്ങളെല്ലാ ഫാമിലി ആയിട്ടുള്ളത് ഏതൊക്കെ വ്ളോഗ് ഉണ്ടോ അതൊക്കെ എൻ്റെ ഫേവറേറ്റ് ആണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണുന്നത് അതാണ്. ആക്ച്വലി ഈ ഒരു വ്ളോഗോണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. ഇപ്പോഴും എനിക്ക് എൻ്റെ അച്ഛനെ ലൈവായിട്ട് കാണാം ആ വീഡിയോസൊക്കെ എടുത്ത് നോക്കുമ്പോൾ. സോ അങ്ങനെയുള്ള എല്ലാ വീഡിയോസും എൻ്റെ ഫേവറേറ്റ് ആണ്. ജേർണി ഓഫ് എ ഡോക്ടർ അടിപൊളിയായിരുന്നു. ആക്ച്വലി ഞാനത് കൂടുതലായിട്ട് എക്സ്പീരിയൻസ് എനിക്ക് പറ്റിയിട്ടില്ല. കോളേജിൽ അടിപൊളിയായിരുന്നു. ബിക്കോസ് നല്ല ഗവൺമെന്റ് കോളേജാണ്, അത്യാവശ്യം നല്ല പേഷ്യൻസ് ഉള്ള ഹോസ്പിറ്റലാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും, നല്ലോണം ചീത്ത കേൾക്കേണ്ടി വരും. അങ്ങനെ ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്കൊരു ജോബിന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ തന്നെ 1 year നമുക്ക് ഹൗസ് ഏജൻസി ചെയ്യാണ്ടല്ലോ, അത് ചെയ്തു. പിന്നെ ജോബിന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആക്ച്വലി ഞാൻ അത് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നല്ല ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു ജേണിയാണത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു നല്ല ബ്രേക്ക് വന്നു. ഇനി എനിക്ക് പോകണത്രേ. ഓക്കെ, എനിക്ക് എന്ത് ചോദിക്കണം എന്നറിയില്ല. ബട്ട് ചേച്ചിയുടെ ഫാമിലി ഒത്തിരി ഇഷ്ടമാണ്. എസ്പെഷ്യലി ചേച്ചീനെ സംസാരം കേൾക്കാൻ നല്ല രസമാണ്. ഒത്തിരി സ്നേഹത്തോടെ ശ്രീലക്ഷ്മി. എൻ്റെ വീട് എറണാകുളമാണ്. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഹായ് പറയും. ശ്രീലക്ഷ്മിയുടെ അമ്മയ്ക്ക് ഹായ്. ഡെയിലി വീഡിയോ ഇടണേ. ഓഫ് കോഴ്സ് ഞാൻ ശ്രമിക്കുന്നുണ്ടടാ ഡെയിലി വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. ആര്യയെ കുറിച്ച് എന്താ അഭിപ്രായം? മെച്ചുവേർഡ് ആണോ? ആദർശാണോ? ആര്യയാണോ മെച്ചുവേർഡ്? നൈസ് ക്വസ്റ്റ്യൻ. ആര്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൾ ഓഫ് കോഴ്സ് മെച്ചുവേർഡ് ആണ്. കാരണം മെച്യൂരിറ്റി കാണിക്കേണ്ട സ്ഥലങ്ങളിൽ അവൾ മെച്ചുവേർഡ് ആണ്. കുട്ടികളെ കളിക്കുന്നിടത്ത് അവൾ കുട്ടികളെയും കളിക്കും. അങ്ങനെ, കാരണം അവൾക്ക് അത്ര ഏജേ ആയിട്ടുള്ളൂ. ആ ഒരു ഏജിൽ ഓഫ് കോഴ്സ് അവൾ ചെയ്യുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ആ ഏജിൽ ഞാൻ ചെയ്തൊന്നും വരില്ല. എന്ന് വെച്ചാൽ ഇപ്പം അമ്മയുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിലും, അമ്മയുടെ ഇപ്പം ആര്യയുടെ സ്ഥാനത്ത് ഞാനാണ്, അവളുടെ ആ ഒരു ഏജ് ആണെങ്കിൽ ചിലപ്പോൾ ഞാൻ അയ്യോ അമ്മ അല്ലാണ്ട് എനിക്ക് പറ്റൂല, അമ്മ പോവരുത് എന്നായിരിക്കും ചിലപ്പോൾ ഞാൻ പറയാം. പക്ഷെ അവള് അമ്മയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചിട്ട് അപ്പു സങ്കടപ്പെടുമ്പോൾ ചിലപ്പോൾ അപ്പൂന് പറഞ്ഞു കൊടുക്കണ കാണാം, ആദർശേട്ടാ അങ്ങനെയല്ല, ആദർശേട്ടാ ഇങ്ങനെ. ചിലപ്പോൾ അപ്പു എന്തെങ്കിലും കാര്യത്തിൽ ദേഷ്യപ്പെടുകയാണെങ്കിൽ ആദർശേട്ടാ അങ്ങനെയല്ല ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങനെ പറഞ്ഞു കൊടുക്കണ കാണാം. സോ പല സ്ഥലങ്ങളും അവൾ ഭയങ്കര മെച്ചുവേർഡാണ്. അപ്പു മെച്ചുവേർഡ് ആണോ എന്ന് വെച്ചാൽ അപ്പു മെച്ചുവേർഡാണ്, പക്ഷെ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡാണ്. അത് അവനെ ഡീലാക്കാൻ ഐ തിങ്ക് ആര്യക്കാണ് ഓക്കെ ആവുക എന്ന് തോന്നുന്നു. അതുകൊണ്ട് രണ്ടുപേരും മെച്ചുവേർഡാണ്. പക്ഷെ എനിക്ക് ചില സ്ഥലങ്ങളിൽ ആര്യക്ക് കുറച്ചുകൂടെ മെച്യൂരിറ്റി ഉണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് നല്ലൊരു കുട്ടിയാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അയ്യോ നല്ല ടൈം എടുത്തിട്ടുണ്ട് അല്ലേ. സോ നിങ്ങൾക്ക് ഇപ്പം ഏറെക്കുറെ ഉള്ളൊരു ആൻസറൊക്കെ ഞാൻ തന്നിട്ടുണ്ട്. നമ്മൾ കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ള ഡൗട്ട്സ് ഒക്കെ ഞാനതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലോട്ട്, ഇനി അടുത്ത വീഡിയോസിൽ എപ്പോഴെങ്കിലൊക്കെ ഞാനതിന് പറയാം കേട്ടോ. പിന്നെ നമ്മൾ കുറേ പേര് എന്നോട് ചോദിച്ച കാര്യം, കോമൺ ആയിട്ട് ചോദിച്ച കാര്യം, നെഗറ്റീവ് കമൻസും പോസിറ്റീവ് കമൻസും ഒക്കെ ഉണ്ട് ആ വീഡിയോയിൽ. അപ്പം അതിനെക്കുറിച്ച് എന്ത് പറയണമെന്ന് ആക്ച്വലി ഞാൻ ചില സമയമൊക്കെ വിചാരിക്കും, ആക്ച്വലി ഒരു വീഡിയോ എടുത്താലോ ഇനി പറഞ്ഞാലോ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞാലോ എന്ന് വിചാരിക്കും. പിന്നെ ഞാൻ വിചാരിക്കും എന്തിന്, അവർക്ക് ഈ സമയമില്ലാത്തതുകൊണ്ടല്ലേ അവരെഴുതിയിടുന്നത്, അവരെഴുതിയിരട്ടെ എനിക്ക് വയ്യ എന്ന് വിചാരിക്കും. ചില സമയം വിചാരിക്കും വീഡിയോ എടുക്കണം, പിന്നെ ഞാൻ വിചാരിക്കും ഇതൊരു കണ്ടന്റ് ആക്കി ഇനി അടുത്തത് കേൾക്കാൻ വയ്യ എന്നിട്ട് അത് വിടും. അങ്ങനെ ഞാൻ ആ വീഡിയോ വേണ്ടാന്ന് വെച്ചാണ്. ചിലർക്കൊക്കെ ഞാൻ നന്നായി മറുപടി കൊടുത്തിട്ടുണ്ട്, പക്ഷെ മോശമായ രീതിയിൽ ഞാൻ ആർക്കും മറുപടി കൊടുക്കാൻ നിന്നിട്ടില്ല. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. വലിച്ചു നീട്ടുന്നില്ല ഗൈസ്. അപ്പം കുറേ എല്ലാവരും പറഞ്ഞ എല്ലാത്തിനും റിപ്ലൈ തന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു ഗൈസ്, ബൈ.